بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ഏറെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരുപാട് ബിസി ഷെഡ്യൂളിനിടയിൽ ഇതുപോലത്തെ ഒരു സദസ്സിൽ സന്നിഹിതരാകാൻ നമുക്ക് സാധിച്ചു എന്നത് വലിയ തൗഫീഖാണ്. പടച്ചറബ് അവൻ്റെ അടിമകളിൽ സെലക്ട് ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്ന തൗഫീഖാണ്. യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ ഖബ്ലൽ മൗത്ത്. മരിക്കും മുമ്പ് സുകൃതങ്ങൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് നമുക്ക് പകർന്നു നൽകിയിട്ടുള്ള നിരവധി ഇബാദാത്തുകളിൽ ഏറ്റവും അഫ്ദലായ, ഏറ്റവും പ്രതിഫലമുള്ള, മരണപ്പെട്ടാലും ആസാറുകൾ ബാക്കി കിടക്കുന്ന, നമുക്ക് ജീവിതത്തിൽ തിരിച്ചറിവും കാഴ്ചപ്പാടും ആത്മനിർവൃതിയും സമാധാനവും സന്തോഷവും ആശ്വാസവും പ്രദാനം ചെയ്യുന്ന സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകാനും ജീവിതത്തിൽ കളങ്കം സംഭവിച്ചിട്ടില്ലാത്ത മലായിക്കത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് പാത്രമാകാനും ലോകത്തെ സൃഷ്ടിച്ച് പടച്ച് പരിപാലിച്ച പടച്ച റബ്ബിൻ്റെ പ്രശംസയും അവൻ്റെ ഇഷ്ടവും അവൻ്റെ പരിഗണനയും അവൻ്റെ പക്കൽ വലിയ ദറജയും ലഭിക്കാൻ കാരണമായിട്ടുള്ളതാണ് തലബുൽ ഇൽം. ഒരു മുസൽമാൻ്റെ മേലും നിർബന്ധമായിട്ടുള്ള ഈ കാര്യം, അതിലേക്കുള്ള വഴി എളുപ്പമാകലാണ് ഒരു മനുഷ്യന് പടച്ച റബ്ബ് നന്മ ഉദ്ദേശിച്ചതിൻ്റെ അടയാളം. മയ്യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹുഹു ഫിദ്ദീൻ. പടച്ച റബ്ബ് ആർക്കെങ്കിലും നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രകടമായ ലക്ഷണമാണ് അള്ളാഹു ഈ ദീനിനെ അവനെ കൊണ്ട് പഠിപ്പിക്കും എന്നത്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ ഖുർആൻ വയദഉ ബിഹി ആഖരീൻ. അള്ളാഹു ഈ ഖുർആൻ കൊണ്ട് ചില ആളുകളെ ഉയർത്തും, ചില ആളുകളെ അള്ളാഹു ഖുർആൻ കൊണ്ട് തന്നെ താഴ്ത്തുകയും ചെയ്യും. ഖുർആൻ കൊണ്ട് പടച്ച റബ്ബ് ഉയർത്തുന്നത് ഖുർആനിൽ ഇൽമും ഖുർആനിൽ ഇത്ഖാനും ഖുർആനിനെ അമലാക്കുകയും ഒക്കെ ചെയ്യുന്ന, അതിനെ ദഅവ നടത്തുന്ന, ഖുർആനിനെ ഹഖ്ഖ തിലാവത്തിഹി പാരായണം ചെയ്യേണ്ട രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി ആശയം ഗ്രഹിച്ച് ഹൃദയത്തിൽ തൊട്ട് ഫീല് ചെയ്ത് ഖുർആനിനെ ലൈഫാക്കി മാറ്റുന്നവർക്കാണ് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് ഉയരാനുള്ള തൗഫീഖ് നൽകുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യാത്രയിൽ മക്കയുടെ അധികാരം ഒരാളെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ആ വ്യക്തിയെ തൻ്റെ യാത്രാമധ്യയെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളെ ഞാൻ ഏൽപ്പിച്ച ചുമതല വിട്ട് താങ്കൾ എങ്ങനെ ഇവിടെ എത്തി? താങ്കൾക്ക് പകരം ആരെയാണ് താങ്കൾ അവിടെ ആക്കിയത്? ഉമറിനോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇബ്നു അബ്സയെ മക്കയിൽ പ്രതിനിധിയായി നിയമിച്ചിട്ടാണ് പോകുന്നത്. ഇബ്നു അബ്സ എന്ന പേരുള്ള വ്യക്തി, അദ്ദേഹം അടിമയായിരുന്നു, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. അത്തരം ആളുകൾക്ക് മൗല എന്നാണ് പറയാറുള്ളത് ഇസ്ലാമിൽ. ഒരു മൗലയെയാണോ താങ്കൾ മക്കയുടെ ചുമതല ഏൽപ്പിച്ചു പോകുന്നത് എന്ന് ചോദിച്ച ഉമർ ഇബ്നു ഖത്താബിനോട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ആലിമും ബിൽ ഫറായിദ്, ഇസ്ലാമിലെ ഏറ്റവും വിജ്ഞാനത്തിൻ്റെ അടയാളമായി പരിഗണിക്കപ്പെടുന്ന ഒന്നാണ് അനന്തരാവകാശ നിയമത്തിൽ ഇൽമുള്ളവനാവുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം നന്നായി ഖുർആനിൽ അവഗാഹമുള്ള വ്യക്തിയാണ്. ഖുർആനിൽ അവഗാഹവും ഇൽമുൽ ഫറായിദിൽ ആലിമുമായ വ്യക്തിയായതുകൊണ്ടാണ് ഇബ്നു അബ്സ എന്ന അടിമയായ മൗലയെ മക്കയുടെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇൽമിൻ്റെ ആലിമീങ്ങളുടെ മഹത്വം ചരിത്രത്തിൽ ധാരാളമുണ്ട്.
ജസീറത്തുൽ അറബിന്റെ അധികാരം മുഴുവൻ മൗലകളായ അടിമകളുടെ കൈകളിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇമാം സുഹരിയോട് ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാൻ ചോദിക്കുന്നുണ്ട്, ജസീറത്തുൽ അറബിന്റെ അധികാരം എല്ലാം ഇത്തരത്തിലുള്ള മൗലയുടെ കൈകളിലാണോ? ഒരു പ്രദേശത്തിന്റെ അധികാരം മാത്രമേ അറബിയുടെ കയ്യിലുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഇമാമുന സുഹരി റഹ്മഹുല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഖലീഫ ഇന്നഹ ദീൻ, ഇത് ദീനാണ്. ഫമൻ അഖദഹ സാദ് ഫമൻ ضيعها സഖത്. ഈ ദീനിനെ ആരാണോ പഠിച്ച് പകർത്തി അതിനോടുള്ള കടപ്പാടുകൾ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നത് അവർ നയിക്കും. ഫമൻ ضيعها സഖത്. ആരാണോ ഈ ദീനിനെ കൈമോശം വരുത്തുന്നത്, ഇതിനെ കൈവെടിയുന്നത്, അവർ താഴെ വീഴും. എത്ര വലിയ അധികാരത്തിന്റെ മുകളിൽ അവർ കയറിയാലും അവർ താഴോട്ട് വരുമെന്നാണ് ഇമാം സുഹരി റഹ്മഹുല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൽമാണ് ഒരാളെ ബ്യൂട്ടിയാക്കുന്നത്, ഒരാളെ ഉയർത്തുന്നത്, ഒരാൾക്കുള്ള ആദരവും അംഗീകാരവും നിർണയിക്കുന്നത്. ഇൽമാണ് ഒരാളുടെ ദുനിയാവും അയാളുടെ ഖബറും അയാളുടെ ആഖിറവും ഏറ്റവും മനോഹരമാക്കുന്നത്. ഖബറിൽ മനുഷ്യനെ അടക്കം ചെയ്ത് നമ്മൾ തിരിച്ചു പോരുമ്പോൾ മലക്കുകൾ വന്ന് ചോദിക്കും, മൻ റബ്ബുക മാ ഇമാമുക, അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും. മൻ റബ്ബുക എന്ന ചോദ്യത്തിന് റബ്ബി അല്ലാഹ് എന്ന് വിശ്വാസി ആൻസർ കൊടുക്കുമ്പോൾ അടുത്ത ചോദ്യം കൈഫ അറഫ്ത, നിനക്കതെങ്ങനെ മനസ്സിലായി എന്നുള്ള. എൻ്റെ റബ്ബ് പടച്ച റബ്ബാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ജനങ്ങളൊക്കെ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, അങ്ങനെ കണ്ടതും കേട്ടതും ഞാൻ വിശ്വസിച്ച് പറയുകയാണ് എന്നല്ലൊരു വിശ്വാസി പറയുന്നത്. ഖറഅതു കിതാബ് അല്ലാഹ്, അള്ളാഹിന്റെ കിതാബ് ഞാൻ വായിച്ചു, പടച്ച റബ്ബിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എൻ്റെ റബ്ബെന്ന്. അങ്ങനെ ഞാൻ പഠിച്ച് ബോധ്യപ്പെട്ട റബ്ബിൽ വിശ്വസിച്ചവനാണ്. അങ്ങനത്തെ ആൾക്കേ ഖബറിന് ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ. മരിച്ചാലും നമ്മിലേക്ക് ചേരുന്നത് ഇൽമുൻ അല്ലമഹു വനശറഹു, നമ്മൾ പഠിച്ചതും പഠിപ്പിച്ചതുമായിട്ടുള്ള ഇൽമാണ്. ഇൽമ് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു മനുഷ്യൻ, അയാൾ ആരാകട്ടെ, അയാളുടെ പ്രൊഫഷൻ എന്താകട്ടെ, അയാളുടെ തറവാട് ഏതാകട്ടെ, അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്താകട്ടെ, അയാളുടെ മറ്റുള്ള സ്കിൽസും മറ്റുള്ള എബിലിറ്റീസും എന്താകട്ടെ, അയാൾ ജനങ്ങൾക്കിടയിൽ ദീന് പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ മരണം മുറിക്കാത്ത കർമ്മങ്ങൾ അയാളുടെ ഖബറിലേക്ക് വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൽമിന്റെ മജ്ലിസിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചത് വലിയ തൗഫീഖായിട്ട് നമ്മൾ കാണുകയും പടച്ച റബ്ബിന്റെ മലായികത്തുകളുടെ അവർ സന്നിഹിതരായിട്ടുള്ള ഈ സദസ്സിലിരിക്കുന്ന നമ്മൾ പ്രാർത്ഥനയോടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരിക്കുമ്പോൾ തന്നെ 100-ലധികം തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിയിരുന്നു എന്നാണ്. ഒരു ദീനി സദസ്സിലിരിക്കുമ്പോൾ നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാൻ, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗം ചോദിക്കാൻ, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തിൽ നിന്ന് ഇസ്തിആദത്ത് നടത്താൻ, ഫിത്നകളെക്കുറിച്ച് പറയുമ്പോൾ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ആവശ്യങ്ങൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, അങ്ങനെയാണ് ഒരു സദസ്സിലിരിക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പകർന്നു നൽകുമ്പോൾ ഞങ്ങൾ ഇരുന്നിരുന്നത് ഒരു മരത്തടിയെ പോലെയാണ്. ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷിക്ക് വന്നിരിക്കാൻ മതിയായിരുന്നു. അത്രയും അറ്റൻഷനോടുകൂടെയാണ് അള്ളാഹുവിന്റെ കലാമിലേക്ക് ഞങ്ങൾ കാതോർത്തത് എന്നതാണ്. മുന്നിൽ സഹാബത്ത് കരയുമ്പോൾ പിന്നിൽ ശബ്ദം കേൾക്കാത്ത സ്ത്രീകൾ സഹാബത്തിനോട് ചോദിക്കുമായിരുന്നു, എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്ന്. സഹാബത്തിലെ പിന്നിലെ സഫിലുള്ള ആളുകൾ മുന്നിലെ സഫിലെ സ്ത്രീകളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയിരിക്കുന്നു, ഇന്നക്കും സതുബ്തലൂന ഫീ ഖുബൂരിക്കും, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഖബറിൽ പരീക്ഷിക്കപ്പെടും, അതുകൊണ്ട് നിങ്ങൾ ഫിത്നത്തുൽ ഖബറിൽ നിന്ന് രക്ഷ തേടണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സ് ഒന്നടങ്കം കരയുന്നതാണ് മദീനയുടെ ചരിത്രത്തിൽ, സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ഒരു 10 ആയത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചാൽ അതിലൊന്നിനെ ഞങ്ങൾ എടുക്കും, എന്നിട്ട് അതിൽ വിശ്വസിക്കാനുള്ളത് വിശ്വസിക്കും, കർമ്മമാക്കാനുള്ളത് കർമ്മമാക്കും, സ്വഭാവമാക്കാനുള്ളത് സ്വഭാവമാക്കും, അതിലെന്താണോ ഉള്ളത് അത് സ്വീകരിച്ചതിന് ശേഷം ഞങ്ങൾ 2ാമത്തെ ആയത്തെടുക്കും. ഇതായിരുന്നു സ്വഹാബത്തിന്റെ ദീനിനോടുള്ള ഇസ്തിജാബ. ദീനിനെ അവർ സ്വീകരിച്ച അവരുടെ ഖബൂലിന്റെയും ഇൻഖിയാദിന്റെയും സ്വീകരണത്തിന്റെയും കീഴൊതുക്കത്തിന്റെയും എക്സാമ്പിൾസ് അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഇൽമിന്റെ മജ്ലിസ് നമുക്ക് വർണ്ണിച്ചാൽ തീരാത്ത അത്രയും ഫദ്ലുകളുള്ള ഫദായിലുകളുള്ള
ഒരു മജ്ലിസാണെന്ന് മനസ്സിലാക്കി ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമയത്തെ നമുക്ക് ഈഹത്തിലും പരത്തിലും പ്രയോജനകരമാകുന്ന രൂപത്തിൽ നമ്മൾ വിനിയോഗിക്കണം എന്നുള്ളതാണ്. എന്താണ് വിജയം? ആരാണ് വിജയി? നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മൾ അതിനെ അളക്കുമ്പോൾ, അതിനെ വർണ്ണിക്കുമ്പോൾ പലതരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് അതിനുള്ളത്, അല്ലേ? ഒരാള് ശാരീരികമായി നല്ല സൗന്ദര്യവും നല്ല മറ്റുള്ളവർ ആകർഷിക്കുന്ന രൂപത്തിലായിരിക്കുക, അയാൾക്ക് നല്ല പ്രൊഫഷൻ ഉണ്ടായിരിക്കുക, അയാളെ കയ്യിൽ യഥേഷ്ടം ക്യാഷ് ഉണ്ടായിരിക്കുക, അയാൾ ഉപയോഗിക്കുന്നതെല്ലാം അത്യാവശ്യം ലക്ഷോറിയസ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളായിരിക്കുക, അയാളുടെ വീടും അയാളുടെ മറ്റു ആസ്തികളുമൊക്കെ ആളുകളെ അമ്പരിപ്പിക്കുന്ന തരത്തിലായിരിക്കുക, ആ പേഴ്സൺ ഏറ്റവും വലിയ സക്സസ്ഫുൾ പേഴ്സൺ ആണ് എന്ന് പലരും പറയും, അല്ലേ? ഇപ്പൊ എലോൺ മസ്കിനെയൊക്കെ പലപ്പോഴും ലൈഫിൽ വിജയിച്ച, അല്ലെ, 1 മിനിറ്റിൽ 20 കോടിയോ ഒറ്റയാണ് അയാളുടെ വരുമാനം എന്നാണ് മനസ്സിലാക്കുന്നത്. അത്ര വരുമാനമുണ്ടാക്കുന്ന ഒരാൾ ലൈഫിൽ വിജയിച്ച ഒരു വ്യക്തിയാണ്. യാതൊരുവിധ എക്സ്പ്ലനേഷനും ഇല്ലാതെ ലൈഫിൽ വിജയിച്ച ഒരാളാണ് അദ്ദേഹം എന്ന് എല്ലാവരും പറയാറുണ്ട്. സത്യത്തിൽ കയ്യിൽ സമ്പത്തുണ്ടായതുകൊണ്ട്, അത്യാവശ്യം നല്ല സ്റ്റാറ്റസ്, സമൂഹത്തിൽ ഇറങ്ങിയാൽ അത്യാവശ്യം നല്ല സ്റ്റാറ്റസ് ഉള്ളതുകൊണ്ട്, ഭൗതികമായ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ആലോചിക്കാനില്ലാത്ത കോലത്തിൽ തന്നെ ജീവിക്കാനുള്ള എല്ലാവിധ വകകളും എല്ലാം ഉള്ളത് കൊണ്ട് മാത്രം ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുമോ? ലോകത്ത് എത്ര വലിയ ധനാഢ്യന്മാർ കടന്നുപോയി, അവരെ ലോകം ഓർക്കുന്നുണ്ടോ? ഒരുപാട് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അറിയപ്പെട്ട പൊസിഷനുകൾ അലങ്കരിച്ച് വലിയ വലിയ സ്ഥാപനങ്ങളുടെ അമരത്തിരുന്ന് അയാൾ മരിച്ചാൽ ഇനി ഈ സ്ഥാപനം മുന്നോട്ടില്ലെന്ന് വരെ തോന്നിക്കുമാറ് ആ സ്ഥാപനത്തിന്റെ ഒരു ഐക്കണായി മാറിയ വ്യക്തി പോലും മരിച്ചിട്ട് ആ സ്ഥാപനത്തിന് താൽക്കാലികമായി ചെറിയൊരു കുലുക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ സ്ഥാപനങ്ങളൊക്കെ വീണ്ടും റിക്കവർ ചെയ്ത് മറ്റുള്ളവർ ആ സ്ഥാനങ്ങൾ അലങ്കരിച്ച് മുന്നോട്ട് പോകും. കയ്യിൽ കാശുണ്ട് യഥേഷ്ടം, പക്ഷെ കഴിക്കാൻ അയാൾക്ക് ആഫിയത്തില്ലെങ്കിൽ, അയാൾ ഒരു രോഗിയാണെങ്കിൽ എന്തവസ്ഥയാണ്, അല്ലേ? യഥേഷ്ടം അയാൾക്ക് എല്ലാ സൗകര്യങ്ങളും സെറ്റപ്പും ഉണ്ട്, പക്ഷെ സ്വന്തം മരണത്തെ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? അയാളുടെ രോഗത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? അയാളുടെ ശരീരത്തിനെ ബാധിക്കുന്ന ചുളിവുകളും അയാളുടെ അവയവങ്ങൾക്ക് ബാധിക്കുന്ന പരിക്കുകളും അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? ലോകത്ത് മനുഷ്യന്മാരുടെ ഉൽപ്പത്തി ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരേക്കും രാജ്യത്തെ അടക്കി ഭരിച്ച ഒരുപാട് ഭരണാധികാരികൾ, അല്ലേ, വലിയ വലിയ സംവിധാനങ്ങളിൽ സൗകര്യങ്ങളിൽ ജീവിച്ചു പോയവർ, അവരൊക്കെ എവിടെയാണുള്ളത്? അവരെല്ലാം മണ്ണോട് മണ്ണ് ചേർന്നിരിക്കുകയാണ്. ആരാണ് അവരെ സ്മരിക്കുന്നത്? എന്താണ് അവരെ ഓർക്കാനായിട്ട് ഇവിടെ ഉള്ളത്? അവരുടെ സമ്പത്ത് കൊണ്ട് അവർക്ക് എന്ത് നേട്ടമാണ് അവർ കഴിയുന്ന ലോകത്തവർക്കുള്ളത്? അങ്ങനെ നോക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. ഈ മനുഷ്യന്മാര് വിജയത്തിന്റെ അടയാളങ്ങളായിട്ട് പറയുന്നതെല്ലാം ഈ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ മാത്രമാണ്. നമ്മുടെ വരവിന്റെ ഉദ്ദേശം ഒരുപാട് പണം സമ്പാദിക്കലല്ല. പണവും സൗകര്യങ്ങളും സെറ്റപ്പും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെതായ സൗകര്യങ്ങളുണ്ട്. അതൊന്നുമല്ല നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം. അതൊന്നും യഥേഷ്ടം ഉണ്ടായതുകൊണ്ട് ജീവിതം എല്ലാം അടിച്ചു പൊളിച്ച് എല്ലാം നേടിയ ചാരിതാർത്ഥ്യത്തിൽ ഇവിടെ ആരും മരിച്ചിട്ടില്ല. 9,000 കോടി ആസ്തിയുണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ MDക്ക്. അയാൾ എന്തിനു മരിച്ചു? 9,000 കോടിയാണ് അയാളുടെ ആസ്തി. അപ്പോൾ ഒരുപാട് സമ്പത്തുള്ളവരും ഞാൻ എല്ലാം നേടി എന്ന ചാരിതാർത്ഥ്യത്തിലല്ല ഈ ലോകത്ത് ജീവിക്കുന്നതും ഈ ലോകത്ത് കഴിഞ്ഞുകൂടുന്നതും. മറ്റുള്ളവർ നോക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ലൈഫാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ അവരോട് ചോദിക്കുമ്പോഴായിരിക്കാം അവരുടെ നീറുന്ന നിരവധി ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും. ഒരു സാധാരണക്കാരൻ തട്ടുകടയിൽ കയറി യഥേഷ്ടം ഫുഡ് അടിച്ചിറങ്ങുന്ന ഒരു സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം പോലും അയാൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ സുഹൃത്തുക്കളെ, ജീവിക്കുന്ന കാലത്ത് വിജയമെന്ന് പറയുന്നത് എന്താണ്? ഈ ദീന് പാലിച്ച് ജീവിക്കാനുള്ള തൗഫീഖാണ്. ഈ ദീന് പാലിച്ച് ജീവിക്കാനുള്ള തൗഫീഖാണ്. അല്ലാഹു ഖുർആനിൽ എങ്ങനെയാണ് പറഞ്ഞത്? വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എൻ്റെ റഹ്മത്ത് എല്ലാ കാര്യത്തിലും വിശാലമാണ്. ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, എന്നിൽ വിശ്വസിച്ച് എന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് എൻ്റെ സ്പെഷ്യൽ റഹ്മത്ത് ഞാൻ കൊടുക്കും.
അതെന്താണ്? അത് ഈമാനാണ്, അത് ദീനാണ്, അത് അമലു സാലിഹാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്. ഈത്തപ്പനയുടെ ഓലയിൽ കിടന്ന് ശരീരം പാട് വീണത് കണ്ട് ഉമർ ഇബ്നു ഖത്താബ് കരഞ്ഞപ്പോ റസൂൽ എന്താ പറഞ്ഞത്? എന്താ ഉമറെ, നമ്മളൊക്കെ ഒരു ഗതികേട്, എന്താലേ ഈ ദീനും പാലിച്ച് ഇതിന്റെ പ്രബോധനം ഇതിന്റെ പ്രവാചകത്വം കിട്ടിയിട്ട് എന്തൊരു കഷ്ടപ്പാട് ചെന്ന് ആലോചിച്ച് നോക്കിയാൽ. നമുക്ക് ലൈഫിലെല്ലാം പാഴായിപ്പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി, നമ്മളൊക്കെ തൊലഞ്ഞോരായില്ലേ ഉമറെ എന്നല്ല റസൂൽ പറഞ്ഞത്. പിന്നെയോ, എന്തിനാ ഉമറെ നിങ്ങൾ കരയണത്? ഈ ദുനിയാവിൽ ഞാനൊരു വഴിപോക്കനാണ്, ഈ ദുനിയാവിൽ ഞാൻ വഴിപോക്കനാണ്. കയ്യിലെ സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോ സ്വഹാബത്താരും കരഞ്ഞിട്ടില്ല. പിന്നെയോ, കയ്യിലേക്ക് സമ്പത്ത് കുമിഞ്ഞു കൂടിയപ്പോഴാണ് അവർ കരഞ്ഞത്. മക്ക വിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മദീനയിലേക്ക് പോകുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ നയാ പൈസയില്ല. ഫ്രം സീറോ ടു ഹീറോയിലേക്ക് ഉയർന്ന വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. മദീനയിൽ അദ്ദേഹത്തിന് കിട്ടിയ കൂട്ടുകാരൻ തന്റെ സമ്പത്തിന്റെ പാതി താങ്കൾക്ക് ഞാൻ പകുത്തു നൽകാമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു താങ്കളുടെ സമ്പത്തിലും കുടുംബത്തിലും ബർക്കത്ത് നൽകട്ടെ, കുറച്ച് പൈസ എനിക്ക് കച്ചവടം ചെയ്യാൻ നിങ്ങൾ കടമായിട്ട് തന്നാൽ മതി. കുറച്ച് കടം വാങ്ങിയിട്ട് കച്ചവടം ആരംഭിച്ചു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. മദീനയുടെ മാർക്കറ്റിൽ സാധനമിറക്കി കച്ചവടം നടത്തിയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവടത്തിൽ പടച്ചറബ് ബർക്കത്ത് കൊടുത്തപ്പോ ആ മദീനയിലെ ഏറ്റവും വലിയ ധനാഢ്യന്മാരിൽപ്പെട്ട ഒരാളായി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മാറി. ഞാൻ നിലത്ത് നിന്ന് ഒരു മൺകട്ട എടുത്ത് പിളർത്തി നോക്കിയാൽ അതിനകത്ത് പടച്ചറബ് സ്വർണത്തിന്റെയോ വെള്ളിയുടെയോ നാണയം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും എന്ന് പറയാൻ മാത്രം കച്ചവടത്തിൽ ബർക്കത്ത് പടച്ചറബ് യഥേഷ്ടം ഇറക്കി കൊടുത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. നോമ്പ് തുറക്കാൻ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം തുറന്നു വെച്ചു കൊടുത്തപ്പോൾ പൊട്ടിക്കരഞ്ഞു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. പട്ടിണിയുടെ കാലമുണ്ടായിട്ടുണ്ട്. മക്കയിൽ ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ പട്ടിണിയും പരിവട്ടവും കടന്നു വന്ന് മദീനയിൽ യഥേഷ്ടം കഴിക്കാൻ കിട്ടിയപ്പോൾ ആർഭാടം കാണിച്ച് അന്ന് നഷ്ടപ്പെട്ടു പോയ കാലം തിരിച്ചു കിട്ടിയതിന്റെ ആ ഒരു സന്തോഷം ഇവിടെ തീർക്കല്ല. വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ടിട്ട് കരയുകയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. കൂടെ ഇരിക്കുന്നവർ ചോദിച്ചു, എന്തിനാണ് താങ്കൾ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, സുബൈറും തുൽഹയും മിസ്അബും എത്രയോ നല്ല മനുഷ്യന്മാരായിരുന്നു. ഹുവ ഖൈറും മിന്നി, അവരെല്ലാവരും എന്നേക്കാൾ എത്രയോ നല്ലവരാണ്. സുബൈറും തുൽഹയും ഉഹുദിന്റെ രണഭൂമിയിൽ മരണപ്പെട്ടു പോയി. മിസ്അബ് ഉമൈർ പണത്തിന്റെ മടിത്തട്ടിൽ പിറന്നു വീണ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഇസ്ലാമിന് വേണ്ടി എല്ലാം ത്യജിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ കൂടിയിട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മരിക്കുമ്പോൾ ഒരു പുതപ്പ് മാത്രം ബാക്കി വെച്ച് മരണപ്പെട്ടു പോയ മിസ്അബ് ഉമൈർ റളിയല്ലാഹു അൻഹുവിനെയും തുൽഹത്ത് ഇബ്നു ഉബൈദില്ലയെയും സുബൈർ ഇബ്നു അവ്വാമിനെയും ഓർത്തുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരയുന്നത്. പടച്ചറബേ, ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ തുറന്നു തന്നിട്ട് നീ എനിക്കുള്ള പ്രതിഫലം ദുനിയാവെന്ന് തന്നെ തീർക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് കരഞ്ഞത്. സുഹൃത്തുക്കളെ, വിഭവമില്ലാത്തത് കൊണ്ട് അവർ കരഞ്ഞിട്ടില്ല. പട്ടിണി കടന്നോളാം എന്നാണ് അവർ പറഞ്ഞത്. വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന തന്റെ ഭർത്താക്കന്മാരെ വിളിച്ചിട്ട് പ്രിയതമമാർ സ്നേഹത്തോടെ അവർക്ക് കൊടുത്ത ഉപദേശം ഞങ്ങൾ പട്ടിണി കടന്നോളാം എന്നാണ്. വീട്ടിൽ വിശപ്പ് സഹിക്കുന്ന കഷ്ടപ്പെടുന്ന മക്കളെ ഓർത്ത്, ഭാര്യമാരെ ഓർത്ത്, ആരാന്റെ നമുക്ക് കഴിക്കാൻ അർഹതയില്ലാത്ത ഹറാമായ സമ്പത്തും കൊണ്ടുവന്ന് ഞങ്ങളെ നിങ്ങൾ തീറ്റിക്കരുത്, കാരണം പട്ടിണി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും, നരകത്തിന്റെ തീ തിന്നാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞ ഒരു പറ്റം സ്ത്രീകളുണ്ടായിരുന്നു അവിടെ. അവർ പട്ടിണി കിടന്നവരാണ്. ഭർത്താക്കന്മാരെ കുളിപ്പിച്ച് കുട്ടപ്പന്മാരാക്കി മാറ്റിയവർ പറഞ്ഞയച്ചത് ജോലിക്കല്ല, ഓഫീസിലേക്കല്ല, രണഭൂമിയിലേക്കാണ്. സത്യവും അസത്യവും തമ്മിൽ ബദറിന്റെ പോർക്കളത്തിൽ പോരാടുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദേഹത്തൊരു പോറൽ പോലും ഏൽക്കാതെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണേ എന്ന വസീയത്തും കൊടുത്ത് തങ്ങളുടെ വീടുകളിൽ നിന്ന് ഭർത്താക്കന്മാരെ രണഭൂമിയിലേക്കാണ് അവർ പറഞ്ഞയച്ചത്. അവർ കരഞ്ഞിട്ടില്ല. യുദ്ധഭൂമിയിലേക്ക് പോകുന്ന ഭർത്താക്കന്മാരെ നോക്കിയിട്ട്, മക്കളെ നോക്കിയിട്ട്, തന്റെ ഇക്കാക്കമാരെ നോക്കിയിട്ട്, പടച്ചോനെ രണഭൂമിയിൽ മരിച്ചു വീഴുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ കാക്കയെ, എന്റെ മകനെ നീ ചേർക്കല്ലേ എന്നല്ല പ്രാർത്ഥിച്ചത്. യുവാവായ തനിക്ക് കൈത്താങ്ങും തണലുമാകേണ്ടിയിരുന്ന സഅദ് രണഭൂമിയിലേക്ക് പോകുമ്പോ അദ്ദേഹത്തിന്റെ പിന്നാമ്പറം നോക്കിയിട്ട് ബാപ്പ ഖൈസമ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, എന്റെ മകൻ നിന്റെ സ്വർഗത്തിന് വേണ്ടിയാണ് പുറപ്പെട്ടിറങ്ങിയിരിക്കുന്നത്. സത്യവും അസത്യവും പോരാടുമ്പോൾ സത്യത്തിന് വേണ്ടി പിടഞ്ഞു വീണ് മരിക്കുന്ന ഷഹീദുകളുടെ കൂട്ടത്തിൽ എന്റെ മകനെ ചേർക്കണേ എന്ന് പറയുമ്പോൾ, സുഹൃത്തുക്കളെ, യുവാവായ ഒരു മകൻ വാർദ്ധക്യത്തിലെത്തിയ ഒരു പിതാവിന് എത്ര വലിയ സംരക്ഷണമാണ്, അല്ലെ?
പടച്ചോനെ, നീ ആ മകനെ മരിപ്പിച്ചാൽ ഞാൻ ആകെ കഷ്ടപ്പെട്ടു പോകും, എന്നെ നോക്കാൻ ആരും ഉണ്ടാവൂല എന്നല്ല അദ്ദേഹം പറഞ്ഞത്. മറിച്ച് എന്താ പറഞ്ഞത്? എൻ്റെ മകനെ നീ ഷഹീദാക്കണേന്ന്. സുഹൃത്തുക്കളെ, അവിടെയാണ് റിയൽ സക്സസ് എന്നതിൻ്റെ മാനദണ്ഡം തിരുത്തി കുറിക്കപ്പെടുന്നത്. ജീവിതത്തിൻ്റെ ഒരു തുള്ളി മാത്രമാണ് ദുനിയാവ്. നമുക്ക് കിട്ടിയ പ്രൊഫഷനും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സ്റ്റാറ്റസും നമ്മുടെ എവ്രിതിങ് ഒരു തുള്ളിയാണ്. പരന്നു കിടക്കുന്ന സാഗരത്തിൽ നിങ്ങളുടെ വിരൽ മുക്കി മുകളിലേക്ക് എടുത്താൽ അതിന്റെ അഗ്രഭാഗത്ത് ബാക്കി കിടക്കുന്ന ഒരു തുള്ളി വെള്ളമാണ് ഈ ദുനിയാവിലെ ജീവിതം. ബാക്കി പരന്നു കിടക്കുന്ന കണക്ക് പറയാനാകാത്ത സാഗരത്തിലെ സമുദ്രത്തിലെ ജലം മരണത്തിന് ശേഷം നിങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്. മരണത്തിന് ശേഷം ഒരാൾ മാത്രമേ മരിക്കുള്ളൂ. ആരാണത്? മരണം. വേറെ ആരും മരിക്കൂല. മരണത്തിന് ശേഷം മരിക്കുന്നത് ഒരാൾ മാത്രമാണ്, മരണം. സ്വർഗക്കാരെ വിളിക്കും, നരകക്കാരെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, എന്താണിത്? സ്വർഗക്കാരും നരകക്കാരും പറയും, അൽ മൗത്ത്, മരണമാണ്. കാരണം മരണത്തിലൂടെ കടന്നു പോകാതെ ഒരാളും പരലോകത്ത് വന്നിട്ടില്ല. മരണത്തെ കാണിച്ചു കൊടുത്താൽ എല്ലാവർക്കും മനസ്സിലാവും ഇത് മരണമാണ്. ഒരാടിൻകുട്ടിയുടെ രൂപത്തിൽ പടച്ചറമ്പ് മരണത്തെ കൊണ്ടുവന്നിട്ട് പറയും, ഇതാ ഇനി മരണമില്ല, മരണം ഇവിടെ അറുക്കപ്പെടുകയാണ്. മരണമില്ലാത്ത ലോകം സുഹൃത്തുക്കളെ മരണത്തോടെ ആരംഭിക്കുമെങ്കിൽ ഒരു തുള്ളി വെള്ളത്തിന്റെ അളവ് മാത്രമുള്ള, വാല്യൂ മാത്രമുള്ള ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും പടച്ചറബ് ഈ ദുനിയാവിന് കൊടുത്തിരുന്നെങ്കിൽ ഒരു സത്യനിഷേധിയും ഒരു തുള്ളി വെള്ളവും ഇവിടെ കുടിക്കുമായിരുന്നില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിലൂടെ അറിയിച്ച ഈ ദുനിയാവിലെ നേട്ടങ്ങൾ വിജയമായി വലിയ സംഭവമായി കാണുന്ന ഹതഭാഗ്യരായി നമ്മൾ മാറുന്നു. ഹാറൂൺ റഷീദ് വലിയ കൊട്ടാരം പണിതു. കൊട്ടാരത്തെ വർണ്ണിച്ച് കവികൾ പാട്ടുപാടി. അവർക്കെല്ലാം സ്വർണ്ണ നാണയത്തിന്റെ കിഴി ഖലീഫ സമ്മാനമായി കൊടുത്തു. അന്നത്തെ വിഖ്യാതനായ കവി അബുൽ അതാഹിയ ആ കൊട്ടാരത്തെ നോക്കിയിട്ട് മനോഹരമായി വർണ്ണിച്ചപ്പോൾ ഖലീഫ ആനന്ദപുളകിതനായി. അതിൻ്റെ ആദ്യ ഭാഗം ആ കൊട്ടാരത്തിന്റെ സൗന്ദര്യവും അതിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ സെറ്റപ്പും ഒക്കെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാക്കുകളായിരുന്നു. നിങ്ങൾക്ക് എന്തും ലഭിക്കുന്ന സുന്ദരമായ കൊട്ടാരം, ആശിക്കുന്നതെല്ലാം ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ കേദാരമായി കൊട്ടാരം. ഇഷ്മാ ബദാലക സാലിമൻ, നിർഭയത്വത്തോടുകൂടെ നിങ്ങൾ ഈ കൊട്ടാരത്തിന് കീഴിൽ ഇതിന്റെ സുഖവും സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി സന്തോഷത്തോടെ ജീവിച്ചു കൊള്ളുക എന്ന് പാടിത്തുടങ്ങിയ അദ്ദേഹത്തിന്റെ വരി നേരെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയി. ഇത്രയും സുഖമുള്ള കൊട്ടാരത്തിൽ താങ്കൾ കഴിച്ചു കൂട്ടുമ്പോൾ താങ്കളുടെ ഹൃദയം ഒരു തുള്ളി പൾസിന് വേണ്ടി കടന്നു പിടക്കും. അന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഈ വിശാലമായ കൊട്ടാരത്തിന് കീഴിൽ താങ്കൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു. ലൈഫിൽ ഭൗതികമായ ചില കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ ജീവിതത്തിലെല്ലാം നേടി എന്ന ചാരിതാർത്ഥ്യത്തിലാണ് ആളുകൾ ജീവിച്ചു പോകുന്നത്. പടച്ചറമ്പിന് കൊടുക്കേണ്ടത് ഞാൻ കൊടുക്കുന്നുണ്ടോ? എന്നെ ഏൽപ്പിച്ച കടമകളും കടപ്പാടുകളും ഞാൻ നിർവഹിക്കുന്നുണ്ടോ? ഈ യാത്രക്കിടയിൽ ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ ഖബറും എൻ്റെ പരലോകവും എൻ്റെ ഹിസാബും എന്തായിരിക്കുമെന്ന് പോലും ചിന്തിക്കാതെ നേടേണ്ടതെല്ലാം നേടി എന്ന ചാരിതാർത്ഥ്യത്തോടെ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അന്ന് മനസ്സിലാകും ഈ ഭൂമിക്ക് മീതെ ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു. ആകാശവും ഭൂമിയും സകല ചരാചരങ്ങളും പടച്ചു പരിപാലിച്ച പടച്ചറബ് പറയാണ്, വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കുന്ന വിഭവമാണ്. ഇവിടെ നിങ്ങൾ വലിയ സംഭവമായി കാണുന്ന നിങ്ങളുടെ ഇണകള്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സൗകര്യങ്ങൾ, നിങ്ങളുടെ സെറ്റപ്പുകൾ, നിങ്ങളുടെ ഏർപ്പാടുകൾ, ഇതെല്ലാം ദുനിയാവിന്റെ താൽക്കാലികതകൾ മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രവാചകരെ അവരോട് നീ പറഞ്ഞു കൊടുക്കുക, ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, ഇതിനേക്കാൾ ഏറ്റവും ഉന്നതമായ ഒന്ന് ഈ പ്രപഞ്ചം സംവിധാനിച്ച പടച്ചവൻ. ആർക്കാ പറയാൻ പറ്റുക? ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും സകല ചരാചരങ്ങളും ഈ പ്രകൃതിയും ഞാനാണ് ഉണ്ടാക്കിയത് എന്ന അതിൻ്റെ ഒരു അതോറിറ്റി അവകാശപ്പെടാൻ ഇവിടെ ആർക്കാണ് സാധിക്കുക? ഏത് കമ്പനിക്കാണ് സാധിക്കുക? ഏത് കോടിപതിക്കാണ് സാധിക്കുക? അത് സംവിധാനിച്ച പടച്ചോൻ പറയാണ്, ഈ ദുനിയാവിനേക്കാൾ ഹൈറായ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, എന്ത് കാരണത്തിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ തന്നെയാണ് ലൈഫ് എന്നും ഇവിടെ കിട്ടിയാൽ എല്ലാം കിട്ടിയെന്നും പറയാം? ഇവിടെ എത്ര ബലഹീനരായ ആൾക്കാരുണ്ട്. വർഷങ്ങളോളമായി ഫലസ്തീനികൾ തീരുന്ന് ജീവിക്കുകയാണ്.
പിഞ്ചോമന മക്കളുടെ കൈകളിൽ നിന്ന് ഉമ്മയെ വലിച്ചു വെച്ച് കൊണ്ടുപോയി പട്ടാളക്കാർ അവിടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ആളറിയാത്ത എവിടെയോ ദിക്കുകളിൽ കൊണ്ടുപോയി തള്ളി അവരെ ലൈംഗികമായി ചൂഷണം ചെയ്ത് കൊന്നൊടുക്കുമ്പോ ഈ പിഞ്ചുമക്കൾ ഉമ്മയില്ലാതെ ഉപ്പയില്ലാതെ അലഞ്ഞു നടക്കുകയാണ്. 8 വയസ്സുകാരൻ 3 വയസ്സുള്ള അല്ലെങ്കിൽ 2 വയസ്സുള്ള തന്റെ അനുജനെ ഷോൾഡറിലേറ്റിയിട്ട് കാലിൽ ചെരുപ്പ് പോലുമില്ലാതെ ഫലസ്തീനിന്റെ തെരുവീതിയിലൂടെ നടന്നു നീങ്ങുമ്പോ ഒരാൾ വാഹനം നിർത്തിയിട്ട് ചോദിക്കുന്നു, എവിടേക്കാണ് പോകുന്നത്? എന്റെ കുഞ്ഞനുജനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണെന്നൊരു കുട്ടി പറയുമ്പോൾ എവിടെ അവരുടെ പിതാക്കന്മാർ, എവിടെ അവരുടെ മാതാക്കന്മാർ? കൊന്നുകളഞ്ഞു. നിഷ്കളങ്കരായ നിഷ്കപടരായ ജീവിക്കാൻ ഒരു മണ്ണില്ലാത്തതിന്റെ പേരിൽ തങ്ങളുടെ ജന്മദേശത്തിന് ഒരു പാർട്ട് പകുത്തു കൊടുത്തതിന്റെ പേരിൽ നിഷ്ഠൂരമായ പീഡനങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ഒരു വലിയ ജനപഥം ഇവിടെ ജീവിക്കുമ്പോ ഈ ദുനിയാവാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്നവനേക്കാൾ ലോകത്തെ വിവരദോഷി വേറെ ആരാണുള്ളത്? ജന്മനാ കണ്ണു കാണാത്തവർ, കാത് കേൾക്കാത്തവർ, ഫിസിക്കലി ഒരുപാട് ഡിസബിലിറ്റീസുമായി തരണം ചെയ്തു പോകുന്നവര്, അല്ലേ? ഉമ്മയുടെ വാത്സല്യമില്ലാതെ ഉപ്പയുടെ കരുതലില്ലാതെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായി ജീവിക്കുന്ന ആൾക്കാര്. സുഹൃത്തുക്കളെ, ഒരിക്കലും പടച്ചറബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ പെർമനന്റ് ആയ ഒരു ലോകമായി പഠിപ്പിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ആ റസൂലിന്റെ സദസ്സിൽ ഒരാൾ വരുമായിരുന്നു. അവിടെ കൂടെ ഒരു കുട്ടി ഉണ്ടാവും. എപ്പോഴും ഇങ്ങനെ ഓടി നടക്കുകയൊക്കെ ചെയ്യും ഇങ്ങനെ സദസ്സ് കൂടെ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളെ കാണാനില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അദ്ദേഹം എവിടെ പോയി? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ, അദ്ദേഹത്തിൻ്റെ ആ കുട്ടി മരിച്ചുപോയി റസൂലേ, ആ കുട്ടി മരിച്ചുപോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദരാ, നിന്റെ കുട്ടി മരിക്കാതെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ താങ്കൾക്ക് സംരക്ഷണമേകി കൺകുളിർമയേകി താങ്കളുടെ കൂടെ ജീവിക്കുന്നതായിരുന്നോ താങ്കൾക്ക് സന്തോഷം? അതല്ല, ഈ കൊച്ചു പ്രായത്തിൽ തന്നെ അവൻ മരണപ്പെട്ട് നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ കവാടത്തിൽ താങ്കളെയും കാത്ത് താങ്കളുടെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കാൻ കാത്തിരിക്കുന്നതാണോ താങ്കൾക്ക് സന്തോഷം? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എൻ്റെ മകൻ മരണപ്പെട്ടുപോയി, നാളെ സ്വർഗത്തിന്റെ കോലായിൽ എന്നെയും കാത്തു നിൽക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ താങ്കൾ വിഷമിക്കണ്ട, ആ കുഞ്ഞു സ്വർഗ കവാടങ്ങളിൽ താങ്കളെ കാത്തിരിക്കും. ആശ്വാസമാണ്. പരലോകത്തിന് വേണ്ടി ഒരുങ്ങുന്ന, അതിനു വേണ്ടി പണിയെടുക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരുത്തിന് ജീവിതത്തിലെ എന്തെങ്കിലും പ്രയാസങ്ങളുടെ പേരിൽ തളർന്നു പോല. അവനാശ്വാസമാണ്. അവന്റെ എയിം എന്ന് പറയുന്നത് സ്വർഗമാണ്. സ്വർഗമാണ്. എന്തു പ്രയാസം വന്നാലും. അവസ്മാര രോഗിയായ ഒരു പെണ്ണ് നബിയോട് അടുക്കൽ വന്ന് പറയാം, അല്ലാഹുവിന്റെ റസൂലേ, ഈ രോഗം കൊണ്ട് വല്ലാത്ത കഷ്ടപ്പാടുണ്ട്, പ്രത്യേകിച്ച് ഞാനൊരു പെണ്ണാണ്, ആളുകൾക്കിടയിൽ ഞാൻ തലകറങ്ങി വീഴുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണിനോട് പറഞ്ഞു, വഇൻ ശിഅ്തി സബർതി ലകിൽ ജന്ന, പെണ്ണെ, ഈ രോഗത്തിൽ നീ ക്ഷമിക്കാൻ തയ്യാറാണോ? നിനക്ക് സ്വർഗമുണ്ടെന്ന്. ആ പെണ്ണ് പറഞ്ഞു, എങ്കിൽ റസൂലെ, ഞാൻ ക്ഷമിച്ചോളാം. ഞാൻ മറിഞ്ഞു വീഴുമ്പോൾ എൻ്റെ ഔറത്ത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. സുഹൃത്തുക്കളെ, സ്വർഗം അതാണ് ഏറ്റവും വലിയ വിജയം. അതാണ് ഏറ്റവും വലിയ വിജയം. അതല്ലേ ഖുർആൻ പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാവരും മരിക്കും. ആത്മാവ് നൽകപ്പെട്ടോ ഈ ഭൂമിയിൽ ജനിച്ചു വീണോ എന്തായിരുന്നാലും അവൻ മരിക്കും. അങ്ങനെ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചു. പക്ഷെ മരിക്കാതിരിക്കാൻ ഇന്നേ വരെ ഒരു റെമഡി ഇല്ല. വേദന അറിയാതെ മരിക്കാൻ, സൂയിസൈഡ് ചെയ്യാനുള്ള എക്യുപ്മെന്റ് മനുഷ്യൻ കണ്ടെത്തി. പക്ഷേ മരിക്കാതിരിക്കാൻ ഇതുവരെ ഒരു പരിഹാരം ഒരാളും കണ്ടെത്തിയിട്ടില്ല. അതൊരു സത്യമാണ്. ജനിച്ചു എന്ന സത്യം പോലെ മരിച്ചു എന്നത് സത്യമാണ്, മരിക്കുമെന്നത് സത്യമാണ്. മരണവും ജനനവും സത്യമാണെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് നമ്മളെ ജനിപ്പിച്ച, നാം അറിയാതെ, നമ്മോട് ചോദിക്കാതെ, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ, നാം വിചാരിക്കാതെ ഏതോ ഒരു സമയത്ത് നമ്മളെ മരിപ്പിച്ച പടച്ചോന് വീണ്ടും നമ്മളെ ജനിപ്പിക്കാൻ കഴിയും.
അങ്ങനെ ജനിച്ച് അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരാരാണോ അവരാകുന്ന ഏറ്റവും വലിയ വിജയികൾ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ദുനിയാവ് വഞ്ചിക്കുന്ന വിഭവമാണ്, ദുനിയാവ് വഞ്ചിക്കുന്ന വിഭവമാണ് അല്ലെ? ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സത്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് നമ്മുടെ പണ്ടത്തെ ഒരു കാലം അല്ലേ, ഇത്രയൊന്നും സൗകര്യങ്ങളും സെറ്റപ്പ് ഒന്നും ഇല്ലാത്തൊരു കാലത്തുനിന്ന് പടച്ചോൻ ഞമ്മക്ക് വേണ്ടതെല്ലാം യഥേഷ്ടം നൽകി. വേണ്ടതെല്ലാം യഥേഷ്ടം നൽകുമ്പോ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഈ ദുനിയാവിലേക്ക് ജീവിക്കാണതൊക്കെ എനിക്ക് കിട്ടി, അൽഹംദുലില്ലാ, ഇനി എനിക്ക് എൻ്റെ പരലോകം ഉറപ്പാക്കണം. അങ്ങനല്ലേ ചിന്തിക്കേണ്ടത് അല്ലെ? ഇനിയും 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 ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ ഒരുപാട് ഒരുക്കുകൂട്ടാൻ വാരിക്കൂട്ടാൻ എനിക്ക് കഴിയണം എന്ന ആർത്തിക്ക് പകരം പടച്ചോനെ, ഒന്നുമില്ലാത്തോടത്തുനിന്ന് നീ എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് നീ എന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് ഇന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇതെല്ലാം തന്ന റബ്ബേ, എനിക്ക് സ്വർഗം മിസ്സായി, സ്വർഗം മിസ്സായി. മിസ്സായ പോയി അല്ലെ? ദുനിയാവിൽ ഏറ്റവും നല്ല സൗകര്യത്തിൽ ജീവിച്ച മനുഷ്യനെ നരകത്തിലേക്ക് മുക്കി മുകളിലേക്ക് എടുത്തിട്ട് ചോദിക്കും, ദുനിയാവ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒറ്റ മുക്കോടുകൂടെ ദുനിയാവിലെ എല്ലാ സുഖവും സൗകര്യവും അയാൾ മറന്നു പോകും. അത്രയും കഠിനമാണ് സുഹൃത്തുക്കൾ. ഈ AC ഫാനൊക്കെ ഓഫ് ചെയ്താല് എത്ര സമയം നമ്മളിവിടെ ഇരിക്കും? ഈ ഹാളിനകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റൂലെങ്കിൽ മനുഷ്യനും കല്ലുകളും കത്തിക്കപ്പെടുന്ന നരകം പടച്ചറബ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൽ വിശ്വസിക്കുന്ന നമ്മൾ അതിനെ എത്രത്തോളം ഗൗരവത്തോടുകൂടെ കാണുന്നു? കയ്യൂല സുഹൃത്തുക്കളെ, കയ്യൂല. മനസ്സിലായേ? പാൽ ചായ അല്ല കട്ടൻ ചായ ഉള്ളൂ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ തൽക്കാലം കട്ടൻ ചായ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ മരിച്ചാലേ സ്വർഗത്തിനപ്പുറത്തൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അവിടെ ജീവിതമില്ല, അവിടെ മരണമില്ല. ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ, നരകത്തിൽ തീ ശിക്ഷ വർദ്ധിക്കുക എന്നല്ലാതെ ഒന്നും ഇവിടെ കിട്ടാനില്ല. അന്ന് മനുഷ്യൻ എന്തിനും തയ്യാറാകുന്ന, ഉഹുദ് മലയോളം സ്വർണം തന്നിട്ട് അതെനിക്ക് ദാനമായി തിരിച്ചു തന്നാൽ നിങ്ങൾക്ക് ഞാൻ ജീവിതം തരാം, നിങ്ങളെ ഞാൻ സ്വർഗത്തിലാക്കാം എന്ന് അല്ലാഹ് പറയുമ്പോ നരകക്കാർ പറയും ഞങ്ങൾ തയ്യാറാണ്. ഉഹുദ് മലയോളം സ്വർണം കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ തയ്യാറാകുമെങ്കിൽ സുഹൃത്തുക്കളെ, ഈ ദുനിയാവെന്ന് നമ്മളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. വളരെ എളുപ്പമാക്കി ഈ ദീനിനെ നമുക്ക് വെച്ചെന്ന്, ദുനിയാവിന്റെ ഒരു കാര്യത്തെയും ബാധിക്കാതെ സ്മൂത്തായി ദീനീ കാര്യങ്ങൾ കൊണ്ടുപോകാനും ആ ദീന് പാലിച്ചാൽ അതിന്റെ ഖൈറും ബറക്കത്തും സന്തോഷവും ആസ്വദിക്കാനും എല്ലാ നിലക്കും നമുക്ക് സൗകര്യങ്ങൾ ചെയ്തെന്നിട്ടും ഒന്നും ശ്രദ്ധിക്കാതെ വെറും ദുനിയാവിന്റെ കാര്യങ്ങളിലേക്ക് മാത്രം ചിന്ത കൊടുത്ത് മുന്നോട്ട് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ രക്ഷയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായിട്ടാണ് ജനിച്ചത്. പിന്നീട് ഉമ്മയുടെ സംരക്ഷണത്തിലാണ്. ഉമ്മയാകട്ടെ വളരെ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് സംരക്ഷണം ഏറ്റെടുത്ത അബ്ദുൽ മുത്തലിബ് വല്യുപ്പയും പിന്നീട് തൻ്റെ പിതൃവ്യനായ അബൂ ത്വാലിബും എല്ലാവരും മരണപ്പെട്ടു. നബുവത്തിന് ശേഷം സ്വന്തം നാട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കാവുന്നതിൽ കൂടുതൽ പീഡനങ്ങളും പ്രയാസങ്ങളും മാനസികമായും ശാരീരികമായും ഒക്കെ ഏൽപ്പിക്കുകയുണ്ടായി. സഭയിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്നതിനേക്കാൾ ഒരാളെ വേദനിപ്പിക്കുന്ന കാര്യം മറ്റെന്താണുള്ളത്? ഹജ്ജിന്റെ സീസണിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായവരുടെ മുന്നിൽ വെച്ച് ചത്ത് ചീഞ്ഞ ശവത്തോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപമിച്ചത്. ഭ്രാന്തൻ, വിവരദോഷി, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവൻ, കുടുംബത്തിലും അതുപോലെ തന്നെ ബന്ധങ്ങൾക്കുമിടയിൽ വിള്ളലുണ്ടാക്കുന്നവൻ എന്നിങ്ങനെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ അവിടുന്ന് കേൾക്കേണ്ടി വന്നു. തന്നിൽ വിശ്വസിച്ച അനുയായികളെയാകട്ടെ ക്രൂരമായി അവർ പീഡിപ്പിച്ചു. നീണ്ട 13 കൊല്ലത്തെ ക്ഷമയുടെ പരിസമാപ്തിയായി വേദനിക്കുന്ന കൽപ്പനയാണെങ്കിലും ഈ മുഹറം മാസത്തിലാണ് അവിടുന്ന് മക്ക വിട്ട് മദീനയിലേക്ക്
പലായനം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത്. മദീനയിൽ പോയി സ്വഹാബത്ത് അവിടെ രോഗാതുരമായിരുന്നു. സ്വന്തം ദേശത്തോടുള്ള കൂറും സ്നേഹവും മദീനയിൽ നിൽക്കുമ്പോഴും നബിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. എങ്കിലും ആദർശ സംരക്ഷണത്തിന് വേണ്ടി മദീനയിൽ സമാധാനത്തോടെ ജീവിക്കാമെന്ന് കരുതുമ്പോൾ മക്കയിലെ നേതാക്കന്മാർ മദീനയിലെ ജൂതന്മാരുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ട് അവിടുത്തെ ഗോത്രങ്ങളുമായി ധാരണയായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെയും സ്വാസ്ഥ്യം കെടുത്താൻ വേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. നിരവധി യുദ്ധങ്ങളും നിരവധി പ്രയാസങ്ങളും ഒരുപാട് മനസ്സിനെ വ്രണപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, ടെൻഷനിലാഴ്ത്തുന്ന സംഭവ വികാസങ്ങൾക്കും ഒടുവിൽ 63 കൊല്ലത്തെ ജീവിതം, ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ 23 കൊല്ലത്തെ പ്രവാചകത്വ ജീവിതത്തിന് സമാപ്തി കുറിച്ച് റസൂലുള്ളാഹി മരിക്കുമ്പോൾ അടങ്ങാത്ത വേദനയുണ്ടായിരുന്നു. ആ വേദനയിൽ കടന്നു പൊളയുന്ന നബിയെ കണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുണ്ട്, അല്ലാഹുവേ, എൻ്റെ പിതാവ് എന്ത് വേദനയാണ് അനുഭവിക്കുന്നത്. പടച്ചോനെ, എൻ്റെ ഉപ്പയുടെ വേദന നീ ഒന്ന് ചുരുക്കണേ എന്ന അർത്ഥത്തിൽ, വാ കർബ അബീ, എൻ്റെ പിതാവിൻ്റെ എന്തൊരു വേദനയാണ് പടച്ചറബേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ലാ കർബ അബീക ബഅദൽ യൗം, ഇന്നേ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പക്കിനി വേദനയില്ല മോളെ എന്നാണ്. നീണ്ട 23 കൊല്ലം അവിടുന്ന് അനുഭവിച്ച പട്ടിണിയും യാതനകളും കഷ്ടപ്പാടുകളും നൊമ്പരങ്ങളും, ഒരുപാട് വാചകങ്ങൾ കൊണ്ട് വർണ്ണിക്കാനാകാത്ത ദുരനുഭവങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് മരണത്തെ മുഖാമുഖം കാണുന്ന റസൂലുള്ളാഹി പറഞ്ഞത്, ഇനി ഉപ്പക്ക് വേദനയില്ല എന്ന്. സുഹൃത്തുക്കളെ, വേദനയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, ആധികളും ആശങ്കകളും ഇല്ലാത്ത, നഷ്ടമായി എന്ന് നമുക്ക് തോന്നിയതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമുണ്ട്. നാം അനുഭവിച്ച് കൊതി തീരും മുമ്പ് നമ്മുടെ മക്കൾ നമ്മോട് വിട പറഞ്ഞെങ്കിൽ, നമ്മുടെ ആരോഗ്യം നമുക്ക് നഷ്ടമായെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള നഷ്ടവുമില്ലാതെ ആസ്വാദനത്തിൻ്റെ, അതിരില്ലാത്ത ആസ്വാദനത്തിൻ്റെ ഒരു കേന്ദ്രം, അതാണ് സ്വർഗം. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം പടച്ച റബ്ബ് നിങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്ന സ്വർഗം, നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വർഗം. ഇവിടെ നമ്മൾ ചിലത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ചിലത് നമ്മൾ ആഗ്രഹിച്ചാലും കിട്ടൂല, ചിലതിനു വേണ്ടി നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമ്മൾ വിചാരിച്ച തോതിൽ കിട്ടൂല, ചിലതൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടുകയും ചെയ്യും, ആപേക്ഷികമാണ്. പക്ഷേ സ്വർഗലോകം അങ്ങനെയല്ല. ഒരു ലവലേശം പോലും വേദനയില്ലാതെ, പ്രയാസപ്പെടാതെ, നിരാശയില്ലാതെ ദാറുസ്സലാം എന്നാണ് അള്ളാഹു പേര് വെച്ചത്. പണക്കാരനും പണിക്കാരനും, ആണും പെണ്ണും, കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു സാധനം സമാധാനം. എന്തും വേണ്ട, എനിക്ക് സമാധാനം ഉണ്ടായാൽ മതി. മനസ്സിലായില്ലേ? ഇതെല്ലാം ഉണ്ടായിട്ടും എനിക്ക് സമാധാനമല്ല എന്ന് ആൾക്കാർ പറയും. സുഹൃത്തുക്കളെ, സമാധാനത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രം, സമാധാനം എന്ന വാക്കിന് ഘടകവിരുദ്ധമായ ഒരു സംഗതിയുമില്ലാത്ത സമ്പൂർണ്ണ സമാധാനം, അതാണ് ദാറുസ്സലാം. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ. സമാധാനത്തോടെ, നിർഭയത്വത്തോടെ കയറിക്കോളി. മരണത്തെ ഭയക്കണ്ട, ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഭയക്കണ്ട, ശത്രുക്കളെ ഭയക്കണ്ട, വാർദ്ധക്യത്തെ ഭയക്കണ്ട. വഇന്ന ലകും മൻ തഹ്യൗ ഫലാ തമൂതു അബദാ. നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ, നിത്യായുസ്സോടെ ജീവിച്ചോളി, നിങ്ങൾ മരിക്കൂല. നിത്യായുസ്സാണ്. സോ നിത്യായുസ് കിട്ടിയാൽ എന്താ പറയുക, നിങ്ങൾക്ക് നിത്യായുസ് കിട്ടിയാൽ പിന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നതൊന്നും ലിമിറ്റില്ല, എത്ര കാലം ആസ്വദിക്കാറുള്ള. وَإِنَّ لَكُمْ مَنْ تَشِبُّوا فَلَا تُغْرَمُوا أَبَدًا وَإِنَّ لَكُمْ مَنْ تَصِحُّوا فَلَا تَسْقَمُوا أَبَدًا وَإِنَّ لَكُمْ مَنْ تَنْعَمُوا فَلَا تَيْأَسُوا أَبَدًا. നിങ്ങൾ ആരോഗ്യത്തോടെ ജീവിച്ചോളി, രോഗം ബാധിക്കൂല. പൂർണ്ണ യുവാക്കളും യുവതികളുമായി ജീവിച്ചോളി, നിങ്ങളെ വാർദ്ധക്യം തൊട്ട് തീണ്ടുകയില്ല. 30-നും 32-നും ഇടക്കായിരിക്കും സ്വർഗക്കാരുടെ വയസ്സ് എന്ന് പറയുന്നത്. എല്ലാവരും സമ്പൂർണ്ണ ആരോഗ്യം, സൗന്ദര്യം, ഭയങ്കര ഇണക്കം, സ്നേഹം, അങ്ങേറ്റത്തെ സന്തോഷം, ഒരാളുടെ മുഖത്തും ദുഃഖമില്ല. അലം തുബയ്യിദു വജൂഹന, അല്ലാഹു ഇന്ന് ഞങ്ങളുടെ മുഖത്തെ പ്രസന്നമാക്കിയില്ലേ. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ
ووجوه يومئذ باسرة تظن أن يفعل بها فاقرة. അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും. وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية. സ്വർഗത്തിലുള്ളവർ അവര് അനുഗ്രഹീതരാണ്. അവരെ മുഖത്ത് തന്നെ കാണുന്നത് തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തുൻ നഈം യുസ്ഖൗന മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ. അവരുടെ മുഖത്ത് നിന്ന് ആ നദ്റത്തുൻ നഈം, അവർ അനുഭവിക്കുന്ന സന്തോഷത്തിന്റെ, ആഡംബരത്തിന്റെ, ആനന്ദത്തിന്റെ, ഉല്ലാസത്തിന്റെ, അവർക്ക് പടച്ച റബ്ബ് നൽകിയ ഏറ്റവും വലിയ നിഅമത്താകുന്ന സ്വർഗത്തിന്റെ അനുഭൂതി അവരുടെ മുഖത്ത് നിന്ന് കാണും. അല്ലേ? മനസ്സിന്റെ മുഖമാണ് കണ്ണാടി എന്ന് പറയുന്നത് അല്ലേ? മുഖവും മനസ്സും ശരീരവും ഒരുപോലെ കൺകുളിർക്കുന്ന സ്വർഗം. അഅദത്തു ലിഇബാദിയസ് സാലിഹീൻ മാ ലാ ഐൻ റഅത് വലാ ഉദ്നു സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. പടച്ച റബ്ബിൽ വിശ്വസിച്ച വിശ്വാസികൾക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗം. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും എന്നാണ്. അല്ലാഹ് ഗോപ്യമാക്കി വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അല്ലെ, എന്തേലും പേരുണ്ട്, എന്താ സർപ്രൈസ് അല്ലേ? ഉപ്പക്ക് സർപ്രൈസ്. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. കുറെ കുട്ടികൾ ഉപ്പക്ക് സർപ്രൈസ് ഒരുക്കുന്നു. ഇനി മദേഴ്സ് ഡേ വരും, അല്ലെ ടീച്ചേഴ്സ് ഡേ വരും, അപ്പൊ ഒരു സർപ്രൈസ് ഒരുക്കും. പെട്ടെന്ന് എക്സൈറ്റഡ് ആവുകയാണ് കാഴ്ചകൾ കാണുമ്പോൾ, ഈ ഒരുക്കങ്ങൾ കാണുമ്പോൾ. അള്ളാഹ് എന്താണ് സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഹദീസിൽ ഖുർആനിലൊക്കെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വർണ്ണനകൾ ഉണ്ടെങ്കിലും അത് കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് മനസ്സിലാക്കുക, പടച്ചോനെ ഇതായിരുന്നു ആ സ്വർഗം, ഇതായിരുന്നു ആ സ്വർഗം. അള്ളാഹു നമ്മെ ആ സ്വർഗത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്താ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനസ്സും ഇന്നേ വരെ വിഭാവനം ചെയ്യാത്ത ആനന്ദത്തിന്റെ ആർഭാടത്തിന്റെ സ്വർഗം. ഉദ്ഖുലുൽ ജന്ന അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ. നിങ്ങളും നിങ്ങളുടെ ഇണകളും സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. അവിടെ എന്താ പണി? അവിടെ എന്താ പണി? ഒരു ടെൻഷനുള്ള സ്വർഗം. നേരം വെളുത്ത് ജോലിക്ക് പോകണം, ജോലിയിലെ ഫ്രസ്ട്രേഷൻസ് അല്ലെ, മറ്റൊരുപാട് കാര്യങ്ങൾ, കുടുംബത്തിന്റെ കാര്യങ്ങൾ, സമൂഹത്തിന്റെ കാര്യങ്ങൾ. ഇവിടെ എന്താണ് കമ്മ്യൂണൽ ഇഷ്യൂസ്, മീഡിയകളിൽ നമുക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന മനസ്സിനെ കീറിമുറിക്കുന്ന വാർത്തകൾ. ഇങ്ങനെയുള്ള ഒന്നുമില്ല. മനസ്സിലായേ? لا يسمعون فيها لغوا ولا تأثيما لا يسمعون فيها لغوا ولا كذابا إلا قيلا سلاما سلاما. സമാധാനം സമാധാനം എന്നല്ലാതെ മനുഷ്യനെ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഒരു കുറ്റപ്പെടുത്തലുകളോ, ഒരു കളവുകളോ, ഒരു വ്യാജ വാക്കുകളോ, വ്യർത്ഥമായ എന്തെങ്കിലും കാര്യങ്ങളോ അവിടെ സ്പ്രെഡ് ആവില്ല. സ്വർഗത്തിന്റെ മണ്ണും സ്വർഗത്തിന്റെ അന്തരീക്ഷവും സ്വർഗത്തിലെ മനുഷ്യന്മാരും സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച ഫെസിലിറ്റീസും നമുക്ക് വാചകങ്ങൾ കൊണ്ട് വർണ്ണിക്കാനാകാത്ത ഹൈ ഫെസിലിറ്റിയാണ്. ഒന്നും വേണ്ട, ഈ ദുനിയാവിൽ ഈ ഫുഡും ഈ പ്രകൃതിയും ഈ കാഴ്ചകളും, നമുക്ക് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ കിട്ടുന്ന സുഖവും സന്തോഷവും, മക്കളിലൂടെ കിട്ടുന്ന ആനന്ദമൊക്കെ എത്ര നമുക്കെന്നെ അറിയാലോ. ഇത് സംവിധാനിച്ച പടച്ചോൻ ഒരു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് പഠിക്കുമ്പോഴാണ് സുഹൃത്തുക്കളെ ആ സ്വർഗം എനിക്ക് വേണം എന്നൊരു ചിന്ത. നമ്മൾ ദുനിയാവ് മറക്കണമെന്നും പറയണില്ല. ദുനിയാവ് നമുക്ക് നന്നായി പഠിച്ച് നല്ല ജോലി നേടി എത്രത്തോളം നമുക്ക് ഹറാമുകൾ കലരാതെ എത്ര ഉയരങ്ങളിൽ എത്താൻ പറ്റുമോ, വബില്ലാഹി തൗഫീഖ്, അൽഹംദുലില്ലാ, അത് ഖൈർ തന്നെയാണ്. പക്ഷേ വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയാ. ഖാറൂൻ വലിയ പണക്കാരനാണ്. പണത്തിന്റെ പളപളപ്പ് കാണിച്ച ഖാറൂനോട് മൂസാ നബി പറഞ്ഞ വാക്കാണ് എന്ത്? നിനക്ക് പടച്ചോൻ തന്ന നിഅമത്ത് കൊണ്ട് നീ ദാറുൽ ആഖിറത്തിന് വേണ്ടി പണിയെടുത്തു. നമുക്ക് തന്ന ആരോഗ്യം, നമുക്ക് തന്ന സമയം അല്ലെ? കയ്യിലൊരു 10 കോടി ഒരാള് ബൈ ക്യാഷ് ആയിട്ട് തന്നാൽ
നമുക്കതൊരു ഫീൽ ചെയ്യും, എത്ര വലിയ എമൗണ്ടാണ് നമ്മളെ കയ്യിൽ വെച്ചെന്നത്. ഒരു ഇൻവിസിബിൾ ആയ ഒരു സാധനമാണ് ടൈം എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ വാല്യൂ ഇങ്ങോട്ട് മനസ്സിലാവണില്ല അല്ലേ? പക്ഷേ ഈ സമയം എങ്ങനെ ചെലവാക്കിയെന്ന് ആൻസർ കൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല അല്ലേ? അത്രയും വാല്യബിൾ ആയി പടച്ച നമുക്ക് തന്ന സമയം, നമുക്ക് തന്ന നിർഭയത്വം, നമുക്ക് തന്ന ആഫിയത്ത്, നമുക്ക് തന്ന ആരോഗ്യം, നമുക്ക് തന്ന യൗവനം, ഇതൊക്കെ തന്നെയാണ് സ്വർഗം നേടാനുള്ളത്. മരിക്കണ സമയത്ത് മനുഷ്യൻ എന്താ പറയാനുള്ളത്? റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. ചെയ്യാതെ മാറ്റിവെച്ച സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പടച്ചോനെ നീ എന്നെ ഒന്ന് പിന്തിപ്പിക്കണം. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് വഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഓരോരുത്തർക്കും പടച്ചോൻ ഒരു നിശ്ചിത സമയം തന്നിട്ടുള്ളൂ. എല്ലാവർക്കും ഈക്വലി നമുക്ക് ഡിവൈഡ് ചെയ്യപ്പെട്ടതാണ് 24 hours ടൈം എന്നൊക്കെ പറയുമെങ്കിലും ഈക്വലി ഏജ് ഡിവൈഡ് ചെയ്തിട്ടില്ല. പടച്ചോൻ നമുക്ക് തന്നൊരു ടൈം വളരെ ലിമിറ്റഡ് ആണ്. 17 വയസ്സുള്ള കുട്ടിയാണ്, സുബൈസ്കാരം കഴിഞ്ഞ് ഉമ്മ എനിക്കൊരു തലവേദന ഉണ്ട് പറഞ്ഞ് ചായ കൊടുത്തപ്പോൾ ഛർദ്ദിച്ച് കൊണ്ടുപോയി പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണ്, തലച്ചോറിൽ ബ്ലീഡിങ് ആണ്. കുട്ടി അപ്പോൾ തന്നെ കോമ സ്റ്റേജിലേക്ക് പോയി പിറ്റേ ദിവസവും മരിച്ചു. അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. ലിമിറ്റഡാണ്. ഒരാളും ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചിട്ടില്ല. ലൗകാനത്തി ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. ഈ ദുനിയാവിൽ ആരെങ്കിലും കുറെ കാലം ജീവിക്കുമെങ്കിൽ പടച്ചോൻ അള്ളാന്റെ റസൂലിനെ ഇവിടെ നിലനിർത്തുമായിരുന്നു. റസൂലിനെ പോലും പടച്ചോൻ നിലനിർത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് തന്ന സമയവും ആരോഗ്യവും സമ്പത്തും കഴിവും ശേഷിയും നമ്മുടെ പരലോകത്തിന് വേണ്ടി കൂടെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്കുള്ള അനുഗ്രഹമായി തന്ന ദീന് നമ്മൾ പഠിക്കുക, ഖുർആൻ നമ്മൾ പഠിക്കുക. എന്തെല്ലാം വാക്കുകൾ നമ്മൾ കേൾക്കുന്നു, എന്തെല്ലാം വീഡിയോകൾ നമ്മൾ കാണുന്നു, എന്തെല്ലാം ബൃഹത്തായ പുസ്തകങ്ങൾ നമ്മൾ വായിക്കുന്നു. പക്ഷേ നമുക്ക് വായുവും ജീവനും വെള്ളവും എല്ലാം തന്ന പടച്ചോൻ, നമ്മളാക്കിയ പടച്ചോൻ, ആ പടച്ചോന്റെ കലാമാണ് ഖുർആൻ. തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. നിങ്ങൾ എന്താ ഖുർആനെ കുറിച്ച് ചിന്തിക്കാത്തത്? ഈ ഖുർആൻ പടച്ചോന്റെ അടുത്ത് നല്ലായിരുന്നെങ്കിൽ ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമായിരുന്നു. 23 കൊല്ലം ഒരുപാട് പലതരത്തിലുള്ള സിറ്റുവേഷൻസ്, ഒരുപാട് തരത്തിലുള്ള സ്ട്രെസ് അല്ലെ, അങ്ങനെ ഒരു വ്യക്തിക്ക് ബാധിക്കാവുന്ന, ഒരു സമൂഹത്തിന് ബാധിക്കാവുന്ന പല സംഗതികൾ ഉണ്ടായിട്ടും അതൊന്നും ഖുർആനെ ബാധിച്ചിട്ടില്ല. ബാധിച്ചിരുന്നോ? ഇല്ല. 23 കൊല്ലം കൊണ്ട് ഒരു നീണ്ട പ്രോസസ് പൂർത്തിയാക്കുമ്പോൾ ആദ്യം പറഞ്ഞതിന് അവസാനം പറഞ്ഞതോ അവസാനം പറഞ്ഞത് ആദ്യം പറഞ്ഞതിനോ എതിരാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അബദ്ധങ്ങൾ കടന്നുകൂടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഭാഷാപരമായിട്ടോ സാഹിത്യപരമായിട്ടോ ഏതെങ്കിലും അവസ്ഥയിൽ ഖുർആൻ ഒരു കളങ്കം പോലും കാണിക്കാൻ പറ്റില്ല. ഒരു കളങ്കം പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഇന്നേ വരെ ആ ഖുർആന് തുല്യമായ ഒരു ഗ്രന്ഥം ഒരാൾക്കും എഴുന്നള്ളിക്കാൻ പറ്റിയിട്ടില്ല. ഖുർആനെ കുറിച്ച് വാദോരാതെ എതിരെ സംസാരിക്കുന്നവർക്ക് പോലും അതിന് പകരമൊന്ന് വെക്കാൻ പറ്റിയ ഒരാശയം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇസ്ലാമിനെതിരായിട്ട് തലപൊക്കിയ എല്ലാ ഇസങ്ങളും തുടങ്ങിയതിനേക്കാൾ വേഗതയിൽ ഒടുങ്ങിയ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ സുഹൃത്തുക്കളെ, ആ ഖുർആൻ നമ്മൾ പഠിക്കണം. എന്താ പറയുക, ഒന്ന്, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അറിയും. 2, നമുക്കൊരു സമാധാനം, ഒരു സമാധാനം കിട്ടും. നമുക്ക് സമ്പത്ത് തരാത്ത, കുടുംബം തരാത്ത, ഭക്ഷണം തരാത്ത, കാഴ്ചകൾ തരാത്ത ഒരു സമാധാനം ഈ ഖുർആൻ തരും. ആ ഖുർആന്റെ വചനങ്ങളും നമ്മുടെ ഹൃദയവും ഭയങ്കര കണക്റ്റഡാണ് അല്ലേ? ഭയങ്കര കണക്റ്റഡാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, തൻ്റെ മുമ്പിൽ ഒരു വലിയ പ്രശ്നത്തിന് സൊല്യൂഷൻ ചോദിച്ചു വന്ന ആളോട് ഫസ്റ്റ് കൊടുത്ത അഡ്വൈസ് ഖുർആൻ. ഫീഹി ശിഫാഉ വറഹ്മ. അതിൽ നിങ്ങൾക്ക് കാരുണ്യമുണ്ട്, നിങ്ങൾക്ക് അതിൽ ശമനവും. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദതും മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ.
നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള എല്ലാറ്റിനും അതിന് മരുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും സ്ത്രീകൾക്ക് മാത്രം ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ട്. അവിടെ ഒരു ഉമ്മയും ഒരു ഉപ്പയും വരും, അവർക്ക് മക്കളില്ല, വയസ്സായി, നല്ല വയസ്സായി, മനസ്സിലായി. മക്കളില്ലാത്ത വിഷമം അവർ തീർക്കണത് എവിടെയാണ് നിങ്ങൾക്ക്? ഈ ചൊവ്വാഴ്ച വൈകുന്നേരം കിട്ടുന്ന 1 മണിക്കൂർ ഖുർആൻ ക്ലാസ്സിലാണ്. മനസ്സിലായി. ഒരു ദീന് വെച്ച് സംസാരിക്കുമ്പോൾ, ഖുർആൻ വെച്ച് സംസാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ആശ്വാസം മറ്റൊരു സൈക്കോളജി വെച്ച് സംസാരിക്കുമ്പോൾ കിട്ടൂല. കാരണം എല്ലാ മനഃശാസ്ത്രവും ചേർത്ത് വെച്ചതാണ് വിശുദ്ധ ഖുർആൻ. മനസ്സിനെ പടച്ചവൻ്റെതാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സമാധാനവും സന്തോഷവും ഒരു കാഴ്ചപ്പാടും. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ ഹേർട്ടാക്കണ കുറേ സംഭവ വികാസങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചാലും പതറാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ ഒരു ശക്തമായ ഹൃദയത്തിലേക്ക്, അങ്ങനെ ഒരു കരുത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഖുർആൻ സജ്ജീകരിക്കും. മനസ്സിലായി. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീൻ. ഈ ഖുർആൻ നിങ്ങളെ ഏറ്റവും സ്ട്രൈറ്റ് ആയതിലേക്ക് വഴി നടത്തും. ഞാൻ ഖുർആൻ പിൻപറ്റിക്കൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് ഒരാൾക്കും പറയേണ്ടി വരില്ല. അത്രയും പെർഫെക്റ്റായ വഴിയിലേക്ക് നമ്മളെ ഈ ഖുർആൻ ഗൈഡ് ചെയ്യും. ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അവിടെ സമാധാനമായിരിക്കും. ഖുർആനാണ് ലോകത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് പറയുന്ന ആൾക്കാർ ഖുർആൻ ഇറങ്ങിയ കാലത്തെ ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. ഖുർആൻ ഇറങ്ങിയ കാലത്ത് എന്തായിരുന്നു? കള്ളും പെണ്ണും, അല്ലേ, കവർച്ചയും കൊലപാതകങ്ങളും ഒക്കെ വ്യാപിച്ച കാലത്ത് അവരെ എല്ലാവരെയും ചേർത്തു ഇണക്കി. കറുകറുത്ത ബിലാലും വെളുവെളുത്ത സൽമാനുൽ ഫാർസിയും തോളോട് തോൾ ചേർന്ന് കാലുകൾ ചേർത്ത് വെച്ച് പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്ന ആ ഒരു സാഹോദര്യം ഉണ്ടാക്കിയത് ഖുർആനാണ്. ഖുർആൻ പെണ്ണുങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തത് ഖുർആനാണ്. അവർക്ക് അനന്തര സ്വത്ത് അനുവദിച്ചു കൊടുത്തത് ഖുർആനാണ്. എക്സാമ്പിൾസ് മാത്രം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ ഖുർആൻ പഠിക്കാൻ നമുക്കൊരു ടൈം വേണം. മനസ്സിലായില്ലേ? അതിൻ്റെ തഫ്സീർ പഠിക്കാൻ, അതിൻ്റെ ആശയങ്ങൾ പഠിക്കാൻ, നമ്മുടെ പരിസരത്ത് ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ. ഓൺലൈനിൽ പീസ് റേഡിയോ നമുക്ക് നല്ലൊരു അവസരമാണ്. അന്നൂർ ഖുർആൻ പഠന പദ്ധതി വളരെ ഡെപ്തായിട്ട് ലോകത്തിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ തഫ്സീറുകളെ എല്ലാം പഠിച്ച് അതിൻ്റെ ഒരു അബ്സ്ട്രാക്ട്, അതിൻ്റെ ഒരു ഷോർട്ട്, മനസ്സിലായില്ലേ, അതിൻ്റെ സത്താണ് നമുക്ക് അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി ഹഫിളഹുല്ല അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ദീൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെന്താ അറിയും? അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക. നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ വിശ്വാസവും, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ റിയാലിറ്റിയൊക്കെ നമുക്ക് നല്ലോണം അറിയാം. നമ്മൾ ഏത് സമയം മരിക്കും നമുക്കറിയാം. മരണത്തോടെ അവസാനിക്കല്ല, ജീവിതം ആരംഭിക്കുകയാണെന്ന കാര്യം നമുക്കറിയാം. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ എത്രത്തോളം മുന്നൊരുക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമ്മൾ പരിശോധിക്കേണ്ടത്. മനസ്സിലായി? അള്ളാഹുവിൻ്റെ അടിമകളായി പടച്ച റബ്ബിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസമാണ് അടിത്തറ. അതിലൊരു കളങ്കവും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായില്ലേ? വല്ലദീന ആമനു, വിശ്വസിച്ചവർ, വലം യൽബിസൂ ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ശിർക്ക് കലരാതെ പടച്ച റബ്ബിനെ മാത്രം മനസ്സിൽ വെച്ച് ആ റബ്ബിനെ മാത്രം ആരാധിച്ച് അവൻ വിശ്വസിക്കാൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളിലും എങ്ങനെ വിശ്വസിക്കണമോ അങ്ങനെ വിശ്വസിച്ച ഒരാൾക്ക് ഇവിടെയും മരണാനന്തരവും നിർഭയത്വമാണ്. കളങ്കമില്ലാതെ ഉച്ചരിച്ചവർക്ക് ആ വാക്ക് ഇവിടെ നിർഭയത്വം തരും. ഓനിപ്പോ ഒരു പൂച്ച കുറുകെ ഓടി എന്നുള്ളതുകൊണ്ടോ, ഓനിപ്പോ ഒരു ചൊവ്വാഴ്ചയായി എന്നുള്ളതുകൊണ്ടോ, ഓന് 23 എന്നുള്ളതുകൊണ്ടോ അന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്പറോ സ്ഥലമോ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിൽ വ്യാപകമായ എന്തെങ്കിലും അന്ധവിശ്വാസം അതൊന്നും അവനെ ഒട്ടും അലട്ടൂല. അവനുള്ളത് അവൻ തന്നെ വരും എന്നുള്ള വിശ്വാസമാണ്. അവനവൻ്റെ കഴിവിനെ കുറിച്ചോ അവനവൻ്റെ റിസ്ക്കിനെ കുറിച്ചോ അവനവൻ്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ആദില്ല. കാരണം എന്താ? ഓൻ പടച്ചോൻ്റെ ഉറച്ച വിശ്വാസമല്ല.
ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചു, വീട് പണിയൊക്കെ പൂർത്തിയായല്ലോ, ഇനി കുടിയിരിക്കലൊക്കെ ഉണ്ടോ ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, വീട് പണി തന്നെ ഞാൻ ലോൺ എടുത്തിട്ടാണ് പൂർത്തിയാക്കിയത്, ഇനി കുടിയിരിക്കലില്ലായിട്ടാണ് ലോൺ എടുത്തിട്ടാണ് ചെയ്തു തരണപ്പോൾ ഞാൻ പറഞ്ഞു ലോൺ എടുക്കേണ്ടിയിരുന്നില്ല. അദ്ദേഹം ഉടനെ എന്നോട് പറഞ്ഞു, ഞമ്മക്കൊക്കെ ആരാ കാശ് തരാനുള്ളത്, നിങ്ങളൊന്നും മാറിയല്ലോ നമ്മള് എന്നൊക്കെ പറഞ്ഞു നമുക്കൊരു കുത്തും. അപ്പം ഞാൻ മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ? നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ? എൻ്റെ ഈ വീട്, ഞാനും എൻ്റെ മക്കളും താമസിക്കാൻ പോകുന്ന ഈ വീട്, പടച്ച റബ്ബേ, നീ ഹറാമാക്കിയ ഒരു പലിശയോ ആരെയെങ്കിലും പറ്റിച്ചതോ കബളിപ്പിച്ചതോ കവർച്ച നടത്തിയതോ അങ്ങനെ ഹറാമാക്കിയ ഒരു അണപ്പൈസ പോലും ഈ വീടിൻ്റെ മേൽ കയറരുതെന്ന് നിങ്ങൾക്കൊരു വാശി ഉണ്ടായിരുന്നെങ്കിൽ പടച്ചോ നമ്മളെ മുമ്പിൽ ഡോർ തുറന്നിരും സുഹൃത്തുക്കളെ. അതാ നമ്മളെ വിശ്വാസം അല്ലേ? വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നാടും വീടും വിട്ട് പുറത്തിറങ്ങിയ അസ്ഹാബുൽ കഹ്ഫ്, 7 സ്ലീപ്പേഴ്സ്, അവർ ഗുഹയിൽ കയറിയിട്ട് അവരെന്താ പറഞ്ഞറിയോ? വഇദി അഅ്തസൽതുമൂഹും വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ് ഫഅവൂ ഇലൽ കഹ്ഫി യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖാ. നിങ്ങളുടെ നാട്ടിലുള്ള ശിർക്കൻ ആചാരങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോന്നില്ലേ, ഇനി ഈ ഗുഹയിൽ കയറിക്കോളി. യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതി, പടച്ചവൻ അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലമാക്കി തരും. വയജഅൽ ലക്കും മിൻ അംരിക്കും മിർഫഖാ, നിങ്ങളുടെ കാര്യത്തിൽ ഒരു പോം വഴി അല്ലാഹ് ഉണ്ടാക്കി തരും. ഡോണ്ട് വറി, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട്. സുഹൃത്ത്, അതാണ് വിശ്വാസി എന്ന് പറഞ്ഞത്. എന്തപ്പോ വയനാട് പ്രളയം ഉണ്ടായപ്പോ അല്ലേ, ഒരു പ്രവാസി വന്ന്, അയാളുടെ വീടില്ല, കുടുംബത്തിലെ 10-12 ആൾക്കാരില്ല, എല്ലാം മണ്ണിനടിയിൽപ്പെട്ടു. സുഹൃത്തുക്കളെ, ഈ ഫേസ് നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ കുലിച്ചിട്ടുണ്ടെങ്കിൽ, നിലത്ത് കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നമ്മളെ പടച്ചോന്റെ മുമ്പിൽ മാത്രമാണ്. ആ പ്രിവിലേജ് നമുക്കല്ലാതെ വേറൊരാൾക്കില്ല. മനസ്സിലായി? ആ ഈമാൻ ശരിയായിട്ടുണ്ടെങ്കിൽ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹ്ക്കും അള്ളാഹുവിന്റെ റസൂലിനും ഈമാനുള്ള മനുഷ്യന്മാർക്കുമാണ് സുഹൃത്തുക്കളെ ഇസ്സത്ത് ഉള്ളത്. അതുകൊണ്ട് ആ ഈമാന് ഒരിക്കലും കളങ്കപ്പെട്ടുകൂടാ. ആ ഈമാന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈമാന്റെ വിഷയത്തിൽ കോംപ്രമൈസ് ആയിക്കൂടാ. ഏതെങ്കിലും കുഫ്രൻ ആഘോഷത്തിന്റെ പേരിലോ ഐക്യത്തിന്റെ പേരിലോ സാഹോദര്യത്തിന്റെ പേരിലോ എന്തൊരു 365 ദിവസം അയൽപ്പക്കത്തൊരു ഇതര മതസ്ഥൻ ജീവിച്ചിട്ട് ഈ 365 ദിവസത്തിൽ 364 ദിവസവും ഓനായിട്ടൊരു ബന്ധമില്ല. പിന്നെന്താ, ഓൻ്റെ ഒരു ആഘോഷത്തിന്റെ അന്ന് പോയിട്ട് വയറ് നിറച്ച് ഭക്ഷണം ഉണ്ടാൽ മാത്രമാണ് അയൽവാസി ബന്ധവും ഐക്യവും സാഹോദര്യം ഉണ്ടാകുക എന്നുള്ള ഈ തലതിരിഞ്ഞ ചിന്താഗതി അല്ല നമുക്കുള്ളത്. 365 ദിവസവും അന്യമതസ്ഥനായ അയൽവാസിയോട് കടപ്പാടുണ്ട് നമുക്ക്. അവിടെ ഭക്ഷണം ഉണ്ടോ നമ്മൾ നോക്കണം, അവിടെ മരുന്നുണ്ടോ നമ്മൾ നോക്കണം, നമ്മൾ നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ അയൽപ്പക്കത്തെ വീട് ചോർന്നൊലിക്കുന്നുണ്ടോ നോക്കണം. ഇതെല്ലാം നോക്കുന്ന ഒരു മുസ്ലിമായ അയൽവാസി ഓന്റെ ആഘോഷത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ഒരു പരാതി പോലും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? കാരണം അവൻ അറിയാം എൻ്റെ അയൽവാസി മുസ്ലിം ആയത് എനിക്ക് ദൈവം തന്ന ഏറ്റവും അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്ന ആളായിരിക്കും. മതാഘോഷത്തിൽ അവൻ എൻ്റെ ഭാഗമാണില്ലെങ്കിലും അത് ഓന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. മാലയിട്ടാൽ ഞാൻ മറ്റു വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത് പോലെ ഇത് ഓന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിന്റെ പേരിൽ ഞാൻ അവനെ തീവ്രവാദിയാക്കാൻ തയ്യാറല്ലെന്ന് പറയാൻ അവർക്ക് പറ്റും. എപ്പോ ഈ ഒരു ആഘോഷത്തിന്റെ പേരിലാണ് ഐക്യവും സാഹോദര്യവും എന്ന ചിന്താഗതിയിൽ നിന്ന് മാറി ജീവിതത്തിലുടനീളം എനിക്ക് അവനോട് കടപ്പാടുണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്താ, വിശ്വാസം പണയപ്പെടുത്തിയിട്ട് എന്ത് ഐക്യം, എന്ത് സാഹോദര്യം? സഹോദരന്മാരെ, ജീവിക്കണ കാലത്തല്ലേ ഈ ഐക്യവും സാഹോദര്യമൊക്കെ മരിച്ചേ നമ്മളിപ്പോൾ ആരാള്? അവിടെ നമ്മുടെ പിൻബലം നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ട് ഒരു രംഗത്തും വിശ്വാസം നമ്മൾ കളങ്കപ്പെടുത്തി കൂടാ എന്നുള്ളതാണ് സുഹൃത്തുക്കളെ ഇസ്ലാം പറയുന്നത്. ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനൂ, നിങ്ങൾ ഈമാനാകുന്നത് വരെ, നിങ്ങൾ മുഅ്മിനീകളാകുന്നത് വരെ ഒരിക്കലും നിങ്ങൾ സ്വർഗത്ത് പോകൂല. മനസ്സിലായില്ലേ? എന്നാൽ ശിർക്ക് വരാത്ത വിശ്വാസം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ആ പടച്ചോൻ അചഞ്ചലമായ ഒരു വിശ്വാസം. പിന്നെന്താ പറയുക, പടച്ചോനും വേണ്ടി ജീവിക്കുക. നിങ്ങൾ ഏത് പടപ്പിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു മൊമെന്റ് വരുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തും. മനസ്സിലായി? അപ്പോൾ ആൾക്കാർ ഞാൻ പറയും, ഞാൻ അതെല്ലാം ചെയ്തിട്ട് എന്താ നിങ്ങൾ കാണാത്തത്? ഭാര്യ ഭർത്താവിനോട് പറയും, ഭർത്താവ് ഭാര്യയോട് പറയും, എൻ്റെ അധ്വാനം നീ എന്താണ് കാണാത്തത്? എന്നാൽ ഭർത്താവും ഭാര്യയും അധ്വാനിക്കുന്നത് പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ ആര് അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും ആര് നമ്മളെ പൊക്കി അടിച്ചില്ലെങ്കിലും നമുക്ക് പ്രശ്നമല്ല. മനസ്സിലായി? അബ്ദുല്ലാഹി മുബാറക് റഹ്മഹുല്ലാ, അദ്ദേഹം യുദ്ധത്തിന് മുഖം മൂടി ധരിച്ചിട്ടാ പോയത്. കാരണം എന്താ അറിയോ, ശത്രുക്കൾ പോലും മൂപ്പരെ വെട്ടൂല. അത്രയും ശത്രുക്കൾ പോലും ആദരിക്കുന്ന വ്യക്തിയാണ് അബ്ദുല്ലാഹി മുബാറക്. മനസ്സിലായി?
ഒരാൾ വന്ന് അദ്ദേഹത്തിന്റെ മുഖം മൂടി ഇങ്ങനെ പൊക്കിയിട്ട് ഇത് നിങ്ങളായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ നീ എന്നെ അവഹേളിക്കരുത്. ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങാടിയിലേക്ക് മാർക്കറ്റിലേക്ക് ഒരു പണ്ഡിതൻ ഇങ്ങനെ വരുമ്പോ ആൾക്കാർ വിളിച്ചു പറയാം ഒന്ന് മാറിക്കൊടുക്കുക, ഒരു പണ്ഡിതൻ വരുന്നുണ്ട്, ആരും വരുന്നുണ്ട്, മൂപ്പര് മുമ്പ് പോയിക്കോട്ടെ. അദ്ദേഹം ആ കടയിൽ കയറാതെ തിരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞോ എൻ്റെ ഇൽമ് എനിക്ക് ദുനിയാവിൽ അംഗീകാരം കിട്ടാനുള്ളതല്ല. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ആൾക്കാർ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കുകയാണ് അല്ലേ? എത്ര ആൾക്കാർ നമ്മളിതാക്കുന്നുണ്ട്, കാണുന്നുണ്ട് അല്ലേ? ലൈക്കും കമൻറ്റും തരുന്നുണ്ട് അല്ലേ? സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് മുന്നോട്ട് പോവാം. ചെയ്യുന്ന നന്മകളൊക്കെ അള്ളാഹിൻ്റെ കൂലിക്ക് വേണ്ടി ചെയ്യുക, നമ്മൾ നിത്യവൃത്തിക്ക് വേണ്ടി. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഫോക്കസിൽ ഡോക്ടർമാർ മാത്രമായിരുന്നു. ഡോക്ടർമാരോട് പറഞ്ഞു, ഈ ഭൂമി ലോകത്തെ ഏറ്റവും ഹൈറ് കിട്ടിയ ആൾക്കാരാണ് നിങ്ങൾ. ഒരു രോഗിനെ സന്ദർശിച്ച് എന്താ നിങ്ങൾക്ക് അള്ളാഹ് ഓരോ പോക്കിനും സ്വർഗത്തിൽ സൽക്കാരം ഒരുക്കുന്നതാണ്. ഒരു രോഗിയെ സന്ദർശിക്കാൻ രാവിലെ പോയാൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വൈകുന്നേരം പോയാൽ നേരം വെളുക്കും വരെ 70,000 മലക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു ദിവസം ഇത്രയധികം രോഗികളെ വിസിറ്റ് ചെയ്യുന്നത് ഒരു ഡോക്ടർ അല്ലാതെ വേറെ ആരുള്ളത്? മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരല്ലാതെ വേറെ ആരുള്ളത്? നമ്മൾ സാധാരണ മറ്റു ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയെങ്കിൽ തന്നെ ഉണ്ടാവും അല്ലേ? രോഗികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു, രോഗിയെ കാണാൻ വേണ്ടി നമ്മൾ റൗണ്ട്സിന് പോകുന്നു. ഇതൊക്കെ ഒരു നീയത്തോടെ ചെയ്താൽ എത്ര കൂലി അറിയക്ക്. പിന്നെ ആകാശത്തിന് കീഴിൽ ഏറ്റവും വലിയ നന്മ എന്താ നിങ്ങൾക്ക്? വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്ന സമയം അത്രയും അള്ളാഹ് അവനെ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നുള്ള. വിഷമിച്ച് നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാളെ കേട്ടുകൊടുക്കുന്നു, അയാൾക്ക് മാനസികമായ സപ്പോർട്ട് കൊടുക്കുന്നു, അയാൾക്ക് ശാരീരികമായ ചികിത്സകൾ നമ്മൾ കൊടുക്കുന്നു. ഇത്ര ഹൈറും ബർക്കത്തുമുള്ള. അതുകൊണ്ട് ഇമാം ഷാഫി ഒക്കെ പറഞ്ഞ് ദീനീ ഇൽമ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ളലായ ഇൽമ് തിബ്ബാണ്. എന്ത്? മെഡിക്കൽ സയൻസ് ആണ് ഏറ്റവും അഫ്ളലായ ഇൽമ് എന്ന് അതിനെ കുറിച്ച് പറഞ്ഞു. അത്രയും പടച്ചോന്റെ പ്രതിഫലം കിട്ടാൻ പറ്റിയ വേറെ കാര്യമില്ല. രാവും പകലും വിശ്രമമില്ലാതെ ക്ഷീണിച്ചവശരായി ഓടുമ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ, എനിക്കറിയാം, ഞാൻ എൻ്റെ ഉമ്മനിപ്പനെ ഡോക്ടറെ കാണിക്കാൻ പോലുണ്ട്. ഞങ്ങൾ തന്നെ വിശന്ന് അങ്ങെത്തിണ്ട്. ഈ ഡോക്ടർക്കൊന്ന് എണീറ്റ് ഭക്ഷണം കഴിക്കാൻ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിൽ 3:30 4 മണിക്കൊക്കെ ഉച്ചഭക്ഷണം കഴിക്കാൻ അവര്. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുമ്പോൾ ഓരോ അനക്കവും പുണ്യാണ്. ഒരാളെ കണ്ട എന്താ? ഒരു സ്മൈല്, സ്വതക്കയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. 30 കൂലിയാണ്. നല്ല വർത്താനം പറയാം, മനസ്സിലായില്ലേ? മാന്യമായി നല്ല വിനയത്തോടെ സംസാരിച്ചാൽ, മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം ഇട്ടുകൊടുത്താൽ കൂലിയാണ് സുഹൃത്തുക്കളെ, സ്വർഗമാണ്. അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യം, അടുക്കളയിൽ എന്നെ തളച്ചിട്ടു, എൻ്റെ ഭാവി നശിപ്പിച്ചു, അങ്ങനൊന്നും വിചാരിക്കണ്ട, മനസ്സിലായില്ലേ? വിശക്കുന്ന ഒരു മിണ്ടാ പ്രാണിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിലാണ് വൻപാപിയായ ഒരു മനുഷ്യന് പടച്ച സ്വർഗം കൊടുത്തെങ്കിൽ, ഏറ്റവും കടപ്പെട്ട ഭർത്താവിനും തൻ്റെ മക്കൾക്കും മാതാപിതാക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി അവരെ ഊട്ടുക എന്നത് ചില്ലറക്കാര്യമല്ല. മനസ്സിലായി? സ്വർഗത്തിൽ ചില കൊട്ടാരങ്ങളുണ്ട്. ആർക്കുള്ളതാണ്? ലിമൻ അതാബൽ ഖലാം വഅതഅമ തുആം വഅദാമ സിയാം വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. 4 കാര്യങ്ങളാണ്. ലിമൻ അതാബൽ ഖലാം, വർത്താനം നന്നാക്കി, നല്ല വർത്താനം, അങ്ങോട്ടും ഇങ്ങോട്ട് കൊമ്പ് കോർക്കാതെ, ഒരാളെയും കൊളത്തി പറയാതെ, ഒരാളെയും മനസ്സിൽ വേദന ഇട്ട് കൊടുക്കാതെ നല്ല വാക്ക് പറയാം. രണ്ടാമത്തെ എന്താണെങ്കിൽ അത്അമ തുആം, ഭക്ഷിപ്പിക്കുക. ബ്യൂട്ടി ഓഫ് ഇസ്ലാമാണ്. മനസ്സിലായി? ഇസ്ലാമിന്റെ സൗന്ദര്യമാണ് സുഹൃത്തുക്കളെ ഒരാളെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. മനസ്സിലായി? എത്ര ആളെ ഭക്ഷിപ്പിക്കാൻ പറ്റും അത്? അപ്പൊ എല്ലാ ദിവസവും തൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരെ ഭക്ഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മമാരെ, അതൊരു നിസ്സാര കാര്യമല്ല. കടമ പൂർത്തീകരിക്കുകയാണ്. അതിലുപരി ധാരാളം പ്രതിഫലം നമുക്ക് അതിലൂടെ ലഭിക്കുകയാണ്. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടെ നമ്മൾ ദുനിയാവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഇഖ്ലാസോടുകൂടെ ചെയ്താൽ, അല്ലാഹ് പറയാണ്, ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ ഉലൈക ലഹും റിസ്ഖും മഅലൂം ഫവാകിഹു വഹും മുക്രമൂൻ ഫീ ജന്നാത്തിൻ നഈം. എൻ്റെ ഇഖ്ലാസുള്ള സത്യസന്ധതയുള്ള ദാസന്മാർ, അവർക്ക് പടച്ചറബിന്റെ അടുക്കൽ എല്ലാ തരത്തിലുമുള്ള വിഭവങ്ങളുണ്ട്. മുക്രമൂൻ, അവർ ആദരിക്കപ്പെട്ടവരാണ്. ഫീ ജന്നാത്തിൻ നഈം, നിലക്കാത്ത സ്വർഗ പൂന്തോപ്പുകളിൽ അവർ ആനന്ദത്തിൽ കഴിച്ചു കൂട്ടുന്നുള്ള. അതുകൊണ്ട് ഇഖ്ലാസ്. പിന്നെ ക്ഷമിക്കുക, തവക്കുലാക്കുക.
പടച്ചോന്റെ കൽപ്പന പാലിക്കണമെങ്കിൽ കുറച്ച് നമ്മൾ ക്ഷമിക്കേണ്ടി വരും. പടച്ചോൻ വിലക്കിയത് മാറ്റിയേക്കണമെങ്കിൽ കുറച്ച് മനസ്സുമായിട്ട് ചെറിയൊരു ഫൈറ്റ് വേണ്ടി വരും. പടച്ചോൻ നമ്മളെ വിവിധ തരങ്ങളിൽ പരീക്ഷിക്കുമ്പോൾ ഇതെന്റെ വിശ്വാസത്തിന്റെ കരുത്ത് പരിശോധിക്കുകയാണ്. എൻ്റെ റബ്ബ് ഞാൻ എന്ത് പറയുന്നു, ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കാൻ. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റസൂല് പറയണേ, ഒരു രോഗിയുടെ അടുക്കലേക്ക് അള്ളൊരു മലക്കിനെ പറഞ്ഞേക്കും. എന്നിട്ട് ആ മലക്കിനോട് ചോദിക്കും, വിസിറ്റേഴ്സിനോട്, ആ രോഗി എന്താണ് പറയുന്നത്? പടച്ച റബ്ബേ, അവൻ സംതൃപ്തനാണ്, അവൻ ക്ഷമാലുവാണ്. അപ്പൊ അള്ളാഹ് എന്താ പറയാ? അവന് ഉള്ളതിനേക്കാൾ നല്ല തൊലിയും നല്ല മാംസവും നല്ല മജ്ജയും ഞാൻ തിരിച്ചു കൊടുക്കും. മാത്രമല്ല ആ രോഗത്തിലൂടെ അവനെ ഞാൻ സ്വർഗത്തിലേക്ക് എത്തിക്കും. എന്താ കാരണം അറിയോ? മാരകമായ രോഗം കൊണ്ട് പരീക്ഷിച്ചിട്ട് ആൾക്കാരിങ്ങനെ വന്നിട്ട് മൂക്കത്തും വിരൽ വെച്ചിട്ട് വല്ലാത്തൊരവസ്ഥയെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് എനിക്ക് വീതം വെച്ച് നൽകിയതിൽ ഞാൻ തൃപ്തനാണ്. എന്നെ എൻ്റെ പാപങ്ങൾ പുറത്തു തരാൻ, എൻ്റെ ദറജ ഉയർത്താൻ, എൻ്റെ ഈമാൻ പരിശോധിക്കാനാ പടച്ചോൻ എൻ്റെ ബിസിനസ്സിൽ ക്രൈസിസ് ഇട്ടെന്ന്, എൻ്റെ ആരോഗ്യത്തിൽ ക്രൈസിസ് ഇട്ടെന്ന്, എൻ്റെ മക്കളുടെ കാര്യത്തിൽ പരീക്ഷണം ഇട്ടെന്ന്, എൻ്റെ വീടിന്റെ കാര്യത്തിൽ പരീക്ഷണം ഇട്ടെന്ന്. പടച്ചോൻ എന്നെ പരിശോധിക്കാനാണ്. ഞാൻ ക്ഷമയുള്ളവനായി മാറും. അല്ലെ? സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ. മോനെ, നിന്നെ അറുക്കാൻ അള്ളാന്റെ കൽപ്പന ഉണ്ട്. എന്താ എൻ്റെ അഭിപ്രായം? ഇഫ് അൽ മാ തുഅ്മർ, എന്താണോ കൽപ്പന അത് നടപ്പിലാക്കിക്കോ. ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം എന്നാണ് ഇസ്മായിൽ എന്ന പിഞ്ചുമകൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ക്ഷമ, തവക്കുൽ, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ്. അല്ലദീന സബറൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ക്ഷമിക്കുന്നവർ, റബ്ബിൽ തവക്കുലാക്കുന്നവർ, അവർ അള്ളാഹുവിന്റെ സ്വർഗത്തിലാണ്. എന്താ പറയുക? അള്ളാഹുമായി നല്ലൊരു ബന്ധം. നിങ്ങൾ പരിശോധിക്കുക, ആൾക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധം. പക്ഷെ നമ്മളും നമ്മുടെ പടച്ചോൻ, നമ്മളെ സീക്രട്ട് ലൈഫ് അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയുമായിരുന്നെങ്കിൽ നമ്മെ അവർ ആദരിക്കുമോ? നമ്മളെ അവർ ബഹുമാനിക്കുമോ? നമ്മെ അവർ കേൾക്കുമോ? നമ്മോട് അവർ സംസാരിക്കുമോ? നമ്മുടെ മുഖത്തവർ നോക്കുമോ? നമ്മുടെ എല്ലാം അറിയുന്ന പടച്ചോന്റെ മുമ്പിൽ നമ്മൾ ആരാണ്? പടച്ചോനുമായിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുക. അങ്ങനത്തെ സ്വർഗം. ഇന്നമാ യുഅ്മിനു ബിആയാതിനല്ലദീന ഇദാ ദുകിറൂ ബിഹാ ഖറൂ സുജ്ജദാ വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം വഹും ലാ യസ്തക്ബിറൂൻ. അള്ളാന്റെ വചനങ്ങൾ കേട്ടാൽ അവർ സാഷ്ടാംഗം പ്രണമിക്കും. അവർ റബ്ബിന്റെ മുമ്പിൽ അഹങ്കാരമില്ലാത്തവരാണ്. പാതിരാ നേരത്ത് അവർ എണീക്കും. എന്തിന്? പടച്ചോനുമായി സംസാരിക്കാൻ. അങ്ങനെ റബ്ബുമായി നല്ലൊരു ബന്ധം. ദീനിലും ഇഖ്ലാസിലും തഖ്വയിലും ഈമാനിലൊക്കെ ഒരു സീസൺ അല്ല. പിന്നെയോ അതിങ്ങനെ ഇസ്തിഖാമത്തോടുകൂടെ നിലനിർത്തി കൊണ്ടുപോകുക. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു. അതാണ് ഈ ദീനും ഇഖ്ലാസും ഈമാനും ഈ തഖ്വയൊക്കെ ഉണ്ടല്ലോ, അത് മരിക്കോളം നിലനിൽക്കണം. അത് മരിക്കോളം നിലനിർത്തിയാൽ ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട, ഭയക്കേണ്ട, ഓരി സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് മലക്കുകൾ ആശ്വാസത്തിന്റെ വാക്കുകൾ പറയും. എല്ലാത്തിനും ഒരു നൈരന്തര്യം വേണം, കൺസിസ്റ്റൻസി വേണം. എപ്പോഴെങ്കിലും അല്ല സുഹൃത്തുക്കളെ. വിഷമം ഉണ്ടാകുമ്പോൾ ഭയങ്കര പ്രാർത്ഥന, പിന്നെ വിഷമം നീങ്ങി കിട്ടുമ്പോൾ പടച്ചോൻ അങ്ങനെ ഒരാളുണ്ട് തന്നെ ബോധമില്ലാത്ത പോലത്തെ ജീവിക്കുക. നിങ്ങളിപ്പോൾ കൊറോണയും പ്രളയമൊക്കെ ഉണ്ടായപ്പോൾ എമ്മാതിരി പ്രാർത്ഥന ആൾക്കാരൊക്കെ നടത്തിയത് അല്ലേ? അറ്റ്മോസ്ഫിയർ ഒക്കെ മാറി, പള്ളിയൊക്കെ തുറന്നപ്പോൾ ആർക്കും പള്ളി പോകണ്ട, ആർക്കും നിസ്കരിക്കും വേണ്ട, ആർക്കും പ്രാർത്ഥിക്കും വേണ്ട അല്ലേ? മറക്ക അല്ല മിഥുന, എന്നോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ലാത്തവനെ പോലെ ഓൻ നടക്കണമെന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, അങ്ങനെ ആകരുത്. എൻ്റെ റബ്ബിനെ എനിക്കിഷ്ടമാണ്, എൻ്റെ റബ്ബിലാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ റബ്ബിന്റെ ശിക്ഷയെ ഞാൻ ഭയക്കുന്നു. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. സ്വന്തം മനസ്സും തരങ്ങള് ശൈത്താന്റെ വർക്ക് പ്ലേസ് ആണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അവിടെ കയറിയിട്ട് അവൻ കളിക്കാം. മനസ്സ് പലതും ഇങ്ങനെ ആഗ്രഹിക്കും. നമുക്ക് പടച്ചോൻ അനുവദിച്ചതാവൂല. ചിലപ്പോൾ ടെൻഷനുള്ള സമയത്ത് അതൊരു ആശ്വാസത്തിനുള്ളൊരു ടൂളായിട്ട് വെക്കണായിരിക്കും അല്ലെ? അവസരം കിട്ടിയപ്പോൾ തൽക്കാലം അത് ഉപയോഗിക്കാൻ വേണ്ടി പറയണായിരിക്കും. ചില നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഫീലിങ്സിനെ മിസ്യൂസ് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ പടച്ചോനെ ഭയന്ന് സ്വന്തം ഇച്ഛയെ കൺട്രോൾ ചെയ്യുന്നവൻ ആരാണോ ഓനാണ് സ്വർഗം. അള്ളാനെ ഭയന്ന്, അള്ളഹാനോട് വിനയം കാണിച്ച്, അള്ളാനെ റസൂലിനെ എതിർക്കാതെ സമ്പൂർണമായിട്ട് അനുസരിച്ച് അല്ലെ? പടച്ചറബ് ഖുർആനിൽ പറഞ്ഞു ഒരുപാട് ക്വാളിറ്റീസ് അല്ലെ? സുഹൃത്ത്, മുഅ്മിനൂന്റെ ആദ്യത്തെ 10 ആയത്ത് സ്വർഗക്കാര് ക്വാളിറ്റിയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർ വിജയിച്ചിരിക്കുന്നു. അവരവിടെ നമസ്കാരത്തിൽ നല്ല ഭയഭക്തി ഉണ്ടാവും.
പടച്ചവനോട് സംസാരിക്കാനുള്ള ആകെ ഒരു 10 മിനിറ്റ്. ആ 10 മിനിറ്റ് ഭയഭക്തിയോടെ നിർവഹിക്കാൻ നമുക്ക് പറ്റണം. ബാക്കി ചിന്തകളൊക്കെ മാറ്റി വെക്കണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ദുആ ഉൽ ഇഫ്തിതാഹ് ചൊല്ലുമ്പോൾ അതിന്റെ മീനിങ്സിലൂടെ അങ്ങനെ കടന്നു പോകണം. ഫാത്തിഹയിലൂടെ കടന്നു പോകണം. ഓരോ ആക്ഷൻസും, ഓരോ നിസ്കാരത്തിൽ ചെയ്യുന്ന ഓരോ സ്റ്റെപ്സും അതിന്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ 10 മിനിറ്റ് നമ്മൾ സമ്പൂർണ്ണമായിട്ട് പടച്ചോനോട് മുലാഖാത്ത് നടത്തണം. മനസ്സിലായി? ഭയഭക്തിയുള്ള നിസ്കാരം, അനാവശ്യമായ എല്ലാ കാര്യങ്ങളും മാറി നിൽക്കുക, സമ്പത്തിന്റെ സക്കാത്ത് കണക്ക് നോക്കി കൊടുക്കുക, ലൈംഗിക വിശുദ്ധി സ്വന്തം ഇണകളിലല്ലാതെ മറ്റൊരാളിലും തീർക്കാതെ കണ്ണിനെ നിയന്ത്രിച്ച്, കാതിനെ നിയന്ത്രിച്ച്, വികാരങ്ങളെ കൺട്രോൾ ചെയ്ത് പടച്ചറബ് തനിക്ക് അനുവദിച്ച് നൽകി ഇണയിൽ മാത്രം അത് പൂർത്തീകരിച്ച് വിവാഹം വരെ ക്ഷമയോടെ കാത്തുനിന്ന് വിവാഹത്തിന് ശേഷം അല്ലാഹ് അനുവദിച്ച രീതിക്ക് അത് തീർക്കുന്നവർ. മനസ്സിലായില്ലേ? പടച്ചറബ് ഏൽപ്പിച്ചിട്ടുള്ള കടമകളും കരാറുകളും പൂർത്തീകരിക്കുന്നവർ, നിസ്കാരത്തിന്റെ സമയവും മറ്റു കാര്യങ്ങളിലെല്ലാം സൂക്ഷ്മത കാണിക്കുന്നവർ. ഉലൈക ഹുമുൽ വാരിസൂൻ, അവരാകുന്ന സ്വർഗം അനന്തരം എടുക്കുന്നവർ എന്ന് പറഞ്ഞിട്ടാണ് മുഅ്മിനൂനിന്റെ ആദ്യ ഭാഗം അല്ലാഹ് ക്ലോസ് ചെയ്യുന്നത്. നിസ്കാരത്തിൽ തുടങ്ങി നിസ്കാരത്തിൽ അവസാനിപ്പിച്ച് അവർ സ്വർഗം നേടുന്നവരാണ് എന്ന് സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതുപോലെ സൂറത്ത് മആരിജിലൂടെ പറയുന്നു, സൂറത്ത് റഅദിലൂടെ പറയുന്നു. സ്വർഗക്കാരുടെ പ്രത്യേകതകളായിട്ട് അവിടെ നിസ്കാരം, അവരുടെ നോമ്പ്, അല്ലെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സ്വർഗം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ പറയാം, 6 കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. എന്താ? സംസാരിച്ചാൽ നിങ്ങൾ സത്യം മാത്രമേ പറയാവൂ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ, കരാറുകൾ നിങ്ങൾ പാലിക്കണം, വിശ്വസിച്ചേൽപ്പിച്ചാൽ നിങ്ങൾ നിർവഹിക്കണം, നിങ്ങളുടെ ലൈംഗികാവയവത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, നിങ്ങളുടെ കണ്ണിനെ നിങ്ങൾ നിയന്ത്രിക്കണം, നിങ്ങളുടെ കൈകളെ നിങ്ങൾ അക്രമങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് തടയണം. എങ്കിൽ ആലുമനുലഹുൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാന്ന് പറയും. ഒറ്റ ഇരുത്തത്തിന് നബി ചോദിച്ചു, ആർക്കാന്ന് നോമ്പുള്ളത്, ആരാന്ന് രോഗിയെ സന്ദർശിച്ചത്, ആരാന്ന് പാവപ്പെട്ടവന് ഫുഡ് കൊടുത്തത്, അല്ലേ, ആരാ ഇന്ന് ജനാസയെ അനുഗമിച്ചത്? 4 ചോദ്യത്തിനും അബൂബക്കർ ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ 8 കവാടത്തിലൂടെയും പ്രവേശിപ്പിക്കപ്പെടും. നമുക്ക് ചെയ്യാവുന്ന പുണ്യങ്ങൾ സുഹൃത്തുക്കളെ പഠിച്ചു മനസ്സിലാക്കി ആത്മാവ് കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം എന്താ പറയുക? ഹറാമുകൾ ദുനിയാവിലും പരലോകത്തും നമുക്ക് അപകടം ഉണ്ടാക്കും. പടച്ചറബ് വേണ്ടെന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. വിശ്വാസത്തിൽ ശിർക്ക് കലരാൻ പാടില്ല, കർമ്മങ്ങളിൽ ബിദ്അത്ത് കലരാൻ പാടില്ല, വാക്കുകളിൽ കളവും വഞ്ചനയും അതുപോലെ തന്നെ ചീത്തയും തെറിയും അനാവശ്യങ്ങളും ഇതൊന്നും നമ്മുടെ വാക്കുകളിൽ വരാൻ പാടില്ല. മറ്റൊരാളുടെ കുറവുകൾ, കുറ്റങ്ങൾ, ഗീബത്ത് പറയാൻ പാടില്ല. 2 പേരെ തമ്മിലടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ നാവും, നമ്മുടെ കണ്ണും, നമ്മുടെ കാതും, നമ്മുടെ അവയവങ്ങളും, അല്ലെ, നമ്മുടെ സാമ്പത്തിക രംഗവും, നമ്മുടെ സൗന്ദര്യ സംരക്ഷണ രംഗത്ത് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളും, അങ്ങനെ ഹറാമുകൾ കടന്നുകൂടാതെ പടച്ചറബിന്റെ കൽപ്പന എന്താണോ അത് പ്രാവർത്തികമാക്കി, റബ്ബിലുള്ള വിശ്വാസം അത് രൂഢമൂലമാക്കി സദാസമയം റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാ സങ്കടങ്ങളും പടച്ചവനോട് പറയാം, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പടച്ചവനോട് പറയാം, നമ്മുടെ എല്ലാ ആദികളും പടച്ചവനോട് പറയാം. നല്ലൊരു ജീവിതം റബ്ബിനോട് ചോദിക്കും. ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആകാശത്തേക്ക് കൈകളുയർത്തി പ്രാർത്ഥിക്കും, ദൈവമേ സത്യത്തിലേക്ക് നീ എന്നെ വഴി കാണിക്കണേ. മനസ്സിലായോ? ഈ ആകാശത്തിനും ഭൂമിക്കൊക്കെ ഒരു പടച്ചോണ്ടല്ലോ, ആ പടച്ചോനെ ഞാൻ ഡയറക്റ്റ് വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയ ഉത്തരമാണ് ഇസ്ലാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നന്നായി പ്രാർത്ഥിക്കുക. കാലവും സാഹചര്യവും അന്തരീക്ഷങ്ങളും ട്രെൻഡും രൂപങ്ങളൊക്കെ മാറി മറിയുമ്പോൾ, അല്ലെ, കല്യാണ വേദികൾ മാറുമ്പോൾ, ആഘോഷവേദികൾ മാറുമ്പോൾ, പലതരത്തിലുള്ള രൂപമാറ്റങ്ങൾ മുസ്ലിങ്ങൾക്ക് തന്നെ കണ്ടുവരുമ്പോൾ യഥാർത്ഥ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ എക്കാലത്തും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് റസൂലുള്ള പേര് വിളിച്ചത് ഉറബാകൾ എന്നാണ്, അപരിചിതർ എന്നാണ്. ആ അപരിചിതർക്കാണ് മംഗളമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ അപരിചിതരായി മാറാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. നമുക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഇണകൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹപ്രവർത്തകർക്ക്, നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ നാട്ടുകാർക്ക്, ഇവർക്കെല്ലാം സ്വർഗം ലഭിക്കണം. അറിയില്ലേ, സ്വഹാബത്തിന്റെ കുറച്ച് ആൾക്കാരെ കബറ് മാത്രമേ മക്കത്തും മദീനത്തും ഉള്ളൂ. എന്നാൽ റസൂലുള്ള മരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് സ്വഹാബത്തുണ്ടായിരുന്നു. അവരുടെയൊക്കെ കബർ എവിടെയാണ്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിന്നിച്ചിതറി കിടക്കുക. എങ്ങനെ അവിടെ എത്തിയതറിയോ? ഇസ്ലാമിന്റെ പ്രബോധനവുമായിട്ട് അവർ ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് പ്രബോധനം സുഹൃത്തുക്കളെ നല്ല ഒരു അസറ്റാണ്. നമ്മൾ മരിച്ചാലും നമുക്കുള്ള ഇൻകം
അത് നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ എന്തറിയോ പ്രബോധനം. നമുക്ക് നന്നായി സംസാരിക്കാൻ പറ്റുമെങ്കിൽ ആ സംസാര വൈഭവം മറ്റുള്ളവരോട് ദീനു പറയാം. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് നല്ല സുഖം അല്ലെ? ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരു ചെറിയ ചെറിയ വീഡിയോസ് ഇട്ടാൽ ആളുകൾക്ക് എന്ത് നന്മയും അള്ളാഹു കരുണ ചെയ്യും. മലക്കുകൾ പ്രാർത്ഥിക്കും, ജന്തുജാലങ്ങൾ, ഉറുമ്പുകൾ, മത്സ്യങ്ങൾ വരെ പ്രാർത്ഥിക്കും. ആർക്ക്? അല മുഅല്ലിമിൻ നാസിൽ ഖൈറ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകൻ. നമ്മൾ കാരണം ആളുകൾ നന്മയിലേക്ക് വന്നാൽ, മദ്യം ഉപേക്ഷിച്ചാൽ, ശിർക്ക് ഉപേക്ഷിച്ചാൽ, ശരിയായ ദീനിന്റെ സന്ദേശത്തിലേക്ക് കടന്നു വന്നാൽ അതിനോളം വരുന്ന വലിയ നേട്ടം സുഹൃത്തുക്കളെ നമുക്കില്ല. ഒരാൾ നന്നായ മതി, ഈ ലോകം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ മരിക്കും വരെ സൽക്കർമ്മങ്ങളിൽ മുഴുക, ഹറാമുകൾ ഒഴിവാക്കുക, ദീന് നിരന്തരമായി പഠിക്കുക. നമ്മുടെ മക്കളെ, കുടുംബത്തെ ആ ദീനിന്റെ വഴിയിലൂടെ നമ്മൾ കൊണ്ടുവരണം. മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് ഇൻകം വരാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഒരു പള്ളി നമ്മൾ ഉണ്ടാക്കിയ ആ പള്ളിയിൽ നിന്ന് നമ്മുടെ ഖബറിലേക്ക് ഒഴുകും. ഒരു നന്മയുടെ വേദി നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അത് ഒഴുകും. നമ്മൾ കാരണം ആളുകൾ നന്നായാൽ അതെല്ലാം നമ്മുടെ ഖബറിലേക്കുള്ള വരുമാനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ ലക്ഷ്യം അത് സ്വർഗമാണ് എന്ന് മനസ്സിലാക്കി ആ സമാധാനത്തിന്റെ ആ വിജയം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. കൂടുതൽ പഠിക്കാനും പഠിച്ചത് പകർത്താനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അള്ളാഹു സന്തോഷവും ഇണക്കവും ഐക്യവും സാഹോദര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ രാജ്യത്തുള്ള സമാധാന അന്തരീക്ഷം നിലനിർത്തുമാറാവട്ടെ. രാജ്യത്തിന്റെ അധികാരം ജനാധിപത്യ സംരക്ഷകർക്ക് അള്ളാഹു തിരിച്ചു നൽകുമാറാവട്ടെ. ലോകത്തുടനീളം ഫലസ്തീനിൽ ഉൾപ്പെടെ ഒരുപാട് സാധുക്കൾ പീഡിപ്പിക്കപ്പെടുന്നു, കഷ്ടപ്പെടുത്തപ്പെടുന്നു. അള്ളാഹു അവർക്ക് ആശ്വാസവും സ്വാതന്ത്ര്യവും സമാധാനവും നിർഭയത്വവും തിരിച്ചു നൽകുമാറാവട്ടെ. മനുഷ്യരെ കൂട്ടക്കുരുതിക്ക് വിധേയരാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. അവരുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി ഏത് വിധേനയാണോ നൽകേണ്ടത്, പടച്ചറബ് ഹിക്മത്തുള്ളവനാണ്. ആ ഹിക്മത്ത് പാലിച്ച് അവർക്കുള്ളത് തക്കതായത് പടച്ചറബ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു സ്വാലിഹായ അമലായി കബൂലാക്കട്ടെ. നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മനുഷ്യന്റെ ആജന്മ ശത്രുവായ പിശാചും അവന്റെ കൂട്ടാളികളും നമ്മെ ലക്ഷ്യത്തിൽ നിന്ന് തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ശത്രുക്കളെ കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് തിരിഞ്ഞു നടക്കാനുള്ള ഈമാനിക കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.